ഗുഡ് ഈവനിങ്. നമ്മുടെ പ്രൗഢവകുപ്പിൽ പഠിക്കാനായിട്ട് നമുക്ക് സൺഡേ സ്കൂൾ സമാജം തന്നിരിക്കുന്ന പുസ്തകം യേശുക്രിസ്തു ജീവിതവും ഉപദേശങ്ങളും എന്നുള്ള റവറൻഡ് ഡോക്ടർ കെ ജോർജ് അച്ഛൻ എഴുതിയിരിക്കുന്ന പുസ്തകമാണല്ലോ. പുസ്തകത്തിൻ്റെ പിറകിൽ കെ ജോർജ് അച്ഛനെ പറ്റിയുള്ള ഒരു ലഘു വിവരണമൊക്കെ നൽകിയിട്ടുണ്ട്. നമ്മുടെ സഭയിലെ ഒരു പട്ടക്കാരനായിരുന്നു. അമേരിക്കയിലെ പ്രിൻസ്റ്റൺ സെമിനാരിയിൽ നിന്ന് ഡോക്ടറൽ ബിരുദം സമ്പാദിച്ചു. കണ്ണമൂല KUT സെമിനാരിയിൽ അധ്യാപകനായിരുന്നു. മർത്തോമ കോളേജ് പ്രിൻസിപ്പൽ ആയിരുന്നു. സൺഡേ സ്കൂൾ സമാജത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് ദീർഘവർഷങ്ങൾ സ്തുത്യർഹമായ സേവനം അച്ഛൻ ചെയ്തു. നമ്മുടെ സൺഡേ സ്കൂൾ പാഠാവലിയുടെ രൂപീകരണത്തിലൊക്കെ അച്ഛൻ്റെ വലിയ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ പാഠപുസ്തകം രചിക്കുന്നതിലുമൊക്കെ അച്ഛൻ്റെ വലിയ കോൺട്രിബ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നൊക്കെ അച്ഛൻ്റെ വിവരങ്ങളൊക്കെ നമുക്ക് എൻ്റെ ബാക്കിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പം ഈ പുസ്തകത്തിന് നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പം ഈ പുസ്തകത്തിലെ ഓരോ പേജും ഓരോ സെൻറ്റൻസും എടുത്ത് നമുക്ക് പറഞ്ഞു പോകാനായിട്ടുള്ള സമയം നമുക്ക് ലഭിക്കത്തില്ല. അതുകൊണ്ട് എന്നാൽ ഈ പുസ്തകം നമുക്ക് പെട്ടെന്ന് വന്ന് വായിച്ച് മനസ്സിലാക്കി എടുക്കാനായിട്ട് വലിയ പ്രയാസമില്ലാതെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ്. അപ്പം നിങ്ങൾ ഈ വീഡിയോ കേൾക്കുന്നതിനോടൊപ്പം ഇതിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ പുസ്തകം കൂടി വായിക്കണം. ഈ പുസ്തകം വായിക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് നമ്മുടെ ഓർമ്മയിലേക്കൊന്ന് മനസ്സിലാക്കി എടുക്കാൻ സഹായകം ആയിട്ടുള്ള തരത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിലെല്ലാ കാര്യങ്ങളും പരാമർശിച്ച് പോകാനായിട്ട് പറ്റുകയില്ല. എന്നാൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് വേഗത്തിലൊന്ന് ഡിസ്കസ് ചെയ്ത് പോകാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് നേരെ ആ പുസ്തകത്തിലേക്ക് പ്രവേശിക്കാം. ഇതിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ, ഒന്നാമത്തെ അധ്യായത്തിൽ ഈ ഓതർ കെ ജോർജ് അച്ഛൻ ചോദിക്കുന്ന അല്ലെങ്കിൽ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് യേശുക്രിസ്തുവിൻ്റെ ജീവചരിത്ര രചന സാധ്യമാണോ എന്നുള്ളതായ ചോദ്യമാണ്. ജീവചരിത്രം എന്താ? നമുക്കെല്ലാവർക്കും ബയോഗ്രഫി എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ പറ്റി മറ്റൊരാൾ എഴുതുന്ന രേഖയാണ് ജീവചരിത്രം എന്ന് പറയുന്നത്. അത് പൊതുവെ എങ്ങനെയാണ് എഴുതുന്നത്? ഒരാളുടെ ജനനം മുതൽ മരണം വരെയുള്ള കാര്യങ്ങളെ ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ, ഒരു കാലക്രമം അനുസരിച്ച്, ഡേറ്റ് അനുസരിച്ച് എഴുതി പോകുന്നതായിട്ടുള്ള രീതിയാണ് പൊതുവെ അവലംബിക്കാറുള്ളത്. ഇപ്പോൾ ഒരു വ്യക്തി ഇന്ന കുടുംബത്തിൽ ഇന്ന പേരൻസിൻ്റെ മകനായിട്ട് അല്ലെങ്കിൽ മകളായിട്ട് ജനിച്ചു, സ്കൂളിങ്, പഠനം മുതലായ കാര്യങ്ങൾ, ബാല്യകാലത്തിലോ കൗമാരത്തിലോ ഉള്ള പ്രധാനപ്പെട്ട സംഭവങ്ങൾ, സ്വാധീനിച്ചതായ കാര്യങ്ങൾ, പിന്നെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ ലൈഫിൻ്റെ അച്ചീവ്മെൻറ്റ്സ്, അദ്ദേഹത്തിൻ്റെ സമൂഹത്തിൽ ചെയ്ത കോൺട്രിബ്യൂഷൻസ്, അങ്ങനെ വാർദ്ധക്യം, മരണം, അങ്ങനെ ആ ഒരു ഓർഡറിലാണ് പൊതുവെ ബയോഗ്രഫീസ് നമ്മൾ കാണാറുള്ളത്. എന്നാൽ യേശുക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് ലഭിച്ചിട്ടുള്ള ബയോഗ്രഫി എന്താ? അല്ലെങ്കിൽ എവിടെ നിന്നാണ് നമ്മൾ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തെ പറ്റിയും പഠിപ്പിക്കലുകളെ പറ്റിയും മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്? ഏറ്റവും പ്രധാനമായി നമ്മുടെ ഏറ്റവും പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത് 4 സുവിശേഷങ്ങളാണ്. അതൊക്കെ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം, വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം, വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം, വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം. ഇങ്ങനെ 4 സുവിശേഷങ്ങളിൽ നിന്നാണ് കർത്താവിൻ്റെ ജീവിതത്തെ പറ്റിയും ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളെ പറ്റിയും കർത്താവിൻ്റെ പഠിപ്പിക്കലുകളെ പറ്റിയും ഒക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. കർത്താവിൻ്റെ ജനനം, കർത്താവിൻ്റെ മാമോദീസ, കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ, കർത്താവ് ജീവിതത്തിൽ നേരിട്ട പരീക്ഷകൾ, വിവിധ കർത്താവ് ചെയ്ത അത്ഭുത പ്രവൃത്തികൾ, അടയാളങ്ങൾ, കർത്താവിൻ്റെ ഉപദേശങ്ങൾ, കർത്താവിൻ്റെ ക്രൂശീകരണം, പീഡാനുഭവം, ക്രൂശീകരണം, മരണം, കർത്താവിൻ്റെ കബറടക്കം, കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്, സ്വർഗാരോഹണം, വീണ്ടും മടങ്ങി വരുമെന്നുള്ള കർത്താവിൻ്റെ വാഗ്ദത്തം, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഈ 4 സുവിശേഷങ്ങളിൽ നിന്നാണ്. എന്നാൽ നമ്മൾ ആദ്യം പറഞ്ഞ നമുക്ക് പരിചയമുള്ള ബയോഗ്രഫികളിൽ നിന്ന് ഈ സുവിശേഷങ്ങൾക്ക് ചില വ്യത്യാസങ്ങളുണ്ട്, ചില പ്രത്യേകതകളുണ്ട്. അതുകൊണ്ടാണ് കർത്താവിൻ്റെ ജീവചരിത്ര രചന അല്പം പ്രയാസമാണ് എന്ന് ഈ ഗ്രന്ഥകാരൻ പറയാനായിട്ട് ശ്രമിക്കുന്നത്. ജീവചരിത്ര രചന സാധ്യമാവണമെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ എന്ത് വേണം? ആ കൃത്യമായ ക്രോണോളജിക്കൽ ഓർഡറിൽ, ഡേറ്റ് അനുസരിച്ച്, കാലക്രമം അനുസരിച്ച് ഈ സംഭവങ്ങൾ ഓരോന്നോരോന്നായിട്ട് എഴുതി പോകുവാനായിട്ട് പറ്റണം. എന്നാൽ ഈ 4 സുവിശേഷങ്ങൾ നമ്മൾ നോക്കുമ്പോൾ എന്താ കാണുന്നത്? അങ്ങനെ ഒരു ഡേറ്റ് അനുസരിച്ച് എഴുതി പോകുന്ന ഒരു ബയോഗ്രഫി ആയിട്ടല്ല നമ്മൾ സുവിശേഷങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഉദാഹരണത്തിന് മർക്കോസിൻ്റെ സുവിശേഷവും വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷവും നമ്മൾ നോക്കുമ്പം
അവിടെ കർത്താവിൻ്റെ ജനനത്തെ പറ്റി, അല്ലെങ്കിൽ ആ കർത്താവിൻ്റെ ജനനവും അതിനെ തുടർന്ന് ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളെ പറ്റി ഒന്നും വലിയ പരാമർശങ്ങൾ ഈ രണ്ട് സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്നില്ല. മറിച്ച് അവിടെ നമ്മൾ നേരെ കാണുന്നത് എന്താ, സുവിശേഷം ആരംഭിച്ച ശേഷം നേരെ പോകുന്നത് കർത്താവിൻ്റെ 30-ാമത്തെ വയസ്സിൽ ആരംഭിച്ച പരസ്യ ശുശ്രൂഷയിലേക്കാണ് പോകുന്നതായിട്ട് നമ്മൾ കാണുന്നത്. 3.5 വർഷക്കാലം ആ കർത്താവ് പരസ്യ ശുശ്രൂഷ ചെയ്തത്, 30 വയസ്സ് തൊട്ട് 33.5 വയസ്സ് വരെ. 33.5 വയസ്സായപ്പോൾ കർത്താവ് ക്രൂശിക്കപ്പെട്ടുവെന്നാണ് നമുക്ക് ഈ സുവിശേഷങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ മത്തായിയുടെ സുവിശേഷവും ലൂക്കോസ് എഴുതിയ സുവിശേഷവും നമ്മൾ പരിശോധിക്കുമ്പം അവിടെ രണ്ടിടത്തും കർത്താവിൻ്റെ ജനനത്തെ പറ്റി പറയുന്നുണ്ട്. കർത്താവിൻ്റെ ജനനവും ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നോക്കുമ്പോൾ ലൂക്കോസ് എഴുതുമ്പോൾ അതിൽ കർത്താവിൻ്റെ ജനനം, അതോടൊപ്പം യോഹന്നാൻ സ്നാപകന്റെ ജനനം, അതിന് മുൻപുണ്ടായ അറിയിപ്പുകൾ, അതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിലും അറിയിപ്പുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. യോസഫിനോടൊക്കെയുള്ള അറിയിപ്പ് നമ്മൾ കാണുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഈ ജനന വിവരണത്തിന് ശേഷം കർത്താവ് ജനിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പിന്നെ 12-ാമത്തെ വയസ്സിലേക്ക് നേരെ പോകുന്നത്, ദേവാലയത്തിലേക്ക് പോവുകയും അവിടെ 3 ദിവസം കർത്താവ് ദേവാലയത്തിൽ പുരോഹിതന്മാരോടും ശാസ്ത്രിമാരോടും ഒക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുകയും മാതാപിതാക്കൾ മടങ്ങി പോകുമ്പം കർത്താവിനെ കാണാതെ വിഷമിക്കുകയും മടങ്ങി ചെന്ന് കണ്ടുകിട്ടുകയും ഒക്കെ ചെയ്യുന്ന 12-ാമത്തെ വയസ്സിൽ സംഭവിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ. അതിനുശേഷം നേരെ അവരും പോകുന്നത് എവിടോട്ടാണ്, 30-ാമത്തെ വയസ്സിലേക്കാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ ജനന വിവരണങ്ങളൊക്കെ കഴിഞ്ഞ് 30-ാമത്തെ വയസ്സിലേക്ക് പോകുന്നു. അപ്പം കർത്താവിൻ്റെ ജനനവും 12-ാമത്തെ വയസ്സിൽ നടക്കുന്ന സംഭവ കാര്യങ്ങളും അതിനുശേഷം 30-ാമത്തെ വയസ്സ്, ഇതിൻ്റെ ഇടയിലൊക്കെ ഒരു വലിയ ഗ്യാപ്പ് ഉണ്ട്. നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ക്രോണോളജി അനുസരിച്ച് അല്ല ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് എഴുതി പോയിരിക്കുകയല്ല. രണ്ടാമത്തെ ഒരു പ്രശ്നം, ഈ 4 സുവിശേഷങ്ങൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഒരേ ഓർഡറിലല്ല. ഇപ്പം അതിൽ പറഞ്ഞിരിക്കുന്ന ഈ 4 സുവിശേഷങ്ങളിലും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെ ഒരേ ഓർഡറിലല്ല പറഞ്ഞിരിക്കുന്നത്. അവ ഈ 4 സുവിശേഷകരും പറയുന്ന സംഭവങ്ങളുടെ ഓർഡറിലും അതിൻ്റെ കർത്താവ് ഉപയോഗിക്കുന്ന വാക്കുകളിലും കർത്താവിൻ്റെ പഠിപ്പിക്കലുകളിലും ഒക്കെ ചെറിയ വ്യത്യാസങ്ങൾ, ആശയപരമായി വലിയ വ്യത്യാസം എന്നുള്ള തരത്തിലല്ല, എന്നാൽ അവർ ഈ സുവിശേഷകർ അത് നറേറ്റ് ചെയ്യുന്നതിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു ബയോഗ്രഫിക്കൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഇത് എഴുതി പോവുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ളതായിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല, നമ്മൾ മുമ്പേ പറഞ്ഞു, ഈ 4 സുവിശേഷങ്ങളും പരിശോധിച്ച് കഴിഞ്ഞാൽ കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗത്തെ പറ്റി അവിടെ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല, നമുക്കറിയത്തില്ല. ഇപ്പം ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നോക്കിയാൽ 12 വയസ്സ് തൊട്ട് 30-ാമത്തെ വയസ്സ് വരെ എന്താണ് കർത്താവിൻ്റെ ജീവിതത്തിൽ നടന്നതെന്ന് നമുക്കറിയത്തില്ല. മത്തായിയുടെ സുവിശേഷത്തിൽ ജനനത്തിനും പരസ്യ ശുശ്രൂഷയ്ക്കും ഇടയിൽ ഇതിന് ഇടയിൽ നടക്കുന്ന കാര്യങ്ങൾ നമുക്കറിയത്തില്ല. മർക്കോസിന്റെ യോഹന്നാന്റെ സുവിശേഷത്തിലും ഈ ബാല്യ കൗമാര കാലങ്ങളെ പറ്റിയൊന്നും നമ്മൾ മനസ്സിലാക്കാനായിട്ട് അവിടെ വിവരങ്ങൾ നമുക്ക് ലഭ്യമല്ല. ഇതൊക്കെ കർത്താവിൻ്റെ ഒരു ജീവചരിത്രം എഴുതുന്നതിന് തടസ്സമുള്ള, പ്രയാസമുള്ളതായിട്ടുള്ള കാര്യങ്ങളാണ്. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് സുവിശേഷങ്ങളിൽ നിന്നും കർത്താവിനെ പറ്റി മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ അത് പറയുന്നുണ്ട്, കർത്താവ് ചെയ്ത എല്ലാ കാര്യങ്ങളും എഴുതി വെക്കുവാനായിട്ട് ശ്രമിച്ചാലേ പുസ്തകങ്ങൾ ഈ ലോകത്തിൽ തന്നെ ഒതുങ്ങുകയില്ല എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അർത്ഥമാക്കുന്നത് എന്താ, ഇതിലും ഒരുപാടധികം കാര്യങ്ങൾ കർത്താവ് പഠിപ്പിക്കുകയും കർത്താവ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതെല്ലാം എഴുതി വെക്കുവാനായിട്ട് സാധിച്ചിട്ടില്ല. ഓരോ സുവിശേഷകരും അവർക്ക് ലഭിച്ച വിവരങ്ങളും അവർ കണ്ടിട്ടുള്ളതും അവരുടെ ഓർമ്മയിലുള്ളതും അവർക്ക് ലഭിച്ചിട്ടുള്ള മറ്റ് സോഴ്സസും ഒക്കെ അനുസരിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് തോന്നിയ കുറേ അധികം കാര്യങ്ങൾ മാത്രമാണ് എഴുതി വെക്കുവാനായിട്ടും അങ്ങനെ ഇന്ന് നമുക്ക് ലഭിക്കുവാനായിട്ടും സാധിച്ചിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. മറ്റൊരു പ്രശ്നം, ഈ ചരിത്ര പുരുഷനായ യേശുവിനെ പറ്റി, അല്ലെങ്കിൽ ഒരു ഹിസ്റ്ററിയിൽ നമുക്കറിയാം കർത്താവ് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ആ ചരിത്ര പുരുഷനായ യേശുവിനെ പറ്റി നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ വസ്തുനിഷ്ഠമായി ഫാക്ച്വലായിട്ടുള്ള കാര്യങ്ങൾ ലഭിക്കുന്നതിനേക്കാൾ അപ്പുറം, അല്ലെങ്കിൽ അത് എഴുതി വെക്കുന്നതിനേക്കാൾ അപ്പുറം സുവിശേഷങ്ങൾ എഴുതിയിരിക്കുന്നത് ആദിമ സഭയിൽ കർത്താവിനെ പറ്റി ഉള്ള പഠിപ്പിക്കലുകളും പ്രസംഗങ്ങളുമാണ്. അതിൽ നിന്നുമാണ് ഈ സുവിശേഷങ്ങളൊക്കെ രൂപപ്പെട്ടിട്ടുള്ളത്. അപ്പം അതെപ്പോഴാണ് കർത്താവ് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് പോയി കഴിഞ്ഞ് കർത്താവിൻ്റെ ശിഷ്യന്മാര് ഈ കർത്താവിൻ്റെ സുവിശേഷം, കർത്താവിനെ പറ്റി എല്ലായിടത്തും പ്രസംഗിക്കുന്നുണ്ട്. അങ്ങനെ ആ ഏർലി ചേർച്ചിൽ, ആദിമ സഭയിൽ കർത്താവിനെ പറ്റി പ്രസംഗിച്ചിരുന്ന, പഠിപ്പിച്ചിരുന്ന ആ കാര്യങ്ങളിൽ നിന്നും ക്രോഡീകരിച്ചിട്ട് കൂടിയാണ് ഈ സുവിശേഷങ്ങൾ എഴുതിയിരിക്കുന്നത്. അല്ലാതെ ഒരു ബയോഗ്രഫി പോലെ കൃത്യമായ എല്ലാ വിവരണങ്ങളും ഉൾപ്പെടുത്തി എഴുതിയിരിക്കുന്ന ഒരു രേഖയല്ല
സുവിശേഷമെന്ന് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണം. യേശുക്രിസ്തു എന്ന് പറയുന്ന പേര്, യേശു എന്ന് പറയുന്നത് നസ്രയത്തിൽ ജീവിച്ചിരുന്ന ആ മനുഷ്യന്റെ പേരാണ് യേശു എന്ന് പറയുന്നത്. ക്രിസ്തു എന്നൂടെ ചേർത്ത് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ്? ഈ യേശു എന്ന് പറയുന്ന ഈ വ്യക്തി അത് ദൈവത്തിന്റെ അഭിഷിക്തനാണ്, മശിഹായാണ്, ദൈവത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവമാണ്, ക്രിസ്തുവാണ്, മശിഹായാണ്, അഭിഷിക്തനാണ് എന്ന് ഉള്ള സഭയുടെ പഠിപ്പിക്കലാണ് ക്രിസ്തു എന്ന വാക്കിലൂടെ ഉദ്ദേശിക്കുന്നത്. യേശു ക്രിസ്തു എന്നല്ല, കർത്താവിന്റെ ഫുൾ നെയിം അല്ല യേശു ക്രിസ്തു എന്ന് പറയുന്നത്. കർത്താവിന്റെ പേര് യേശു എന്ന, യോശുവ എന്നൊക്കെയുള്ള ആ ഒരു റൂട്ട് വേർഡിൽ നിന്നും യേശു എന്നുള്ളതാണ് ആ മനുഷ്യന്റെ പേര്. എന്നാൽ ഈ മനുഷ്യൻ ക്രിസ്തുവാണ്, ദൈവത്തിന്റെ അഭിഷിക്തനാണ് എന്ന് പറയാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു എന്ന് ചേർത്ത് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ, സഭയുടെ പഠിപ്പിക്കലുകളാണ് സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്നത് എന്നാണ് പറയാനായിട്ട് ശ്രമിച്ചത്. ഇവിടെ നമ്മൾ സമവീക്ഷണ സുവിശേഷങ്ങൾ, സിനോപ്റ്റിക് ഗോസ്പൽസ്, അതായത് മത്തായിയുടെ സുവിശേഷം, മർക്കോസിന്റെ സുവിശേഷം, ലൂക്കോസിന്റെ സുവിശേഷം, ഈ 3 സുവിശേഷങ്ങളെയാണ് സമവീക്ഷണ സുവിശേഷങ്ങൾ എന്ന് പറയുന്നത്, സിനോപ്റ്റിക് ഗോസ്പൽസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുമ്പം കർത്താവിൻ്റെ ഉപദേശങ്ങളൊക്കെ 3 പേരും ഒരേ വാചകങ്ങളിലല്ല, സെയിം സെന്റൻസ് ഉപയോഗിച്ചല്ല എഴുതിയിരിക്കുന്നത്. 3 പേരും, ഈ സിനോപ്റ്റിക് ഗോസ്പൽസ് 3ഉം ഇത് തമ്മിൽ ഒരുപാട് സിമിലാരിറ്റീസ് ഉള്ളപ്പോഴും ഇത് തമ്മിൽ വ്യത്യാസങ്ങളും ഉണ്ട്, ഡിഫറൻസസും ഉണ്ട്. വിശുദ്ധ മത്തായി എഴുതിയിരിക്കുന്ന അതേ സെയിം സെന്റൻസുകളല്ല വിശുദ്ധ മർക്കോസ് ഉപയോഗിച്ചിരിക്കുന്നത്, അതേ സെയിം സെന്റൻസുകളല്ല വിശുദ്ധ ലൂക്കോസ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ കർത്താവിൻ്റെ ഉപദേശങ്ങളും പഠിപ്പിക്കലുകളും ഒക്കെ ഈ സമവീക്ഷണ സുവിശേഷങ്ങളിൽ നമ്മൾ വായിക്കുമ്പം ഇതിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഈ സംഭവങ്ങൾ നടക്കുന്ന ഓർഡറിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പം ഇത് തമ്മിലുള്ള ഡിഫറൻസുകളും അവിടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് പറയാനായിട്ട് ശ്രമിച്ചത്, യേശുക്രിസ്തുവിൻ്റെ ജീവചരിത്രം, ബയോഗ്രഫി എഴുതുക എന്ന് പറയുന്നത് പ്രയാസമുള്ളതായിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ പ്രയാസങ്ങൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. ഒന്ന്, ഇത് കാലാനുക്രമമായിട്ട് അല്ലെങ്കിൽ ക്രോണോളജിക്കലായിട്ട് ഒരു ഡേറ്റ് വൈസ് അല്ല ഓരോ കാര്യങ്ങൾ എഴുതി പോയിരിക്കുകയല്ല. 2, ആദിമസഭയിൽ കർത്താവിനെ പറ്റിയുള്ള പഠിപ്പിക്കലുകളും ഉപദേശങ്ങളുമാണ് അതിൽ നിന്നും ക്രോഡീകരിക്കപ്പെട്ടിട്ടാണ് സുവിശേഷങ്ങൾ എഴുതിയിരിക്കുന്നത്. 3, ഈ സുവിശേഷങ്ങളിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ 4 പേര് എഴുതിയിരിക്കുന്ന കാര്യങ്ങളിൽ തന്നെ കർത്താവിൻ്റെ വാക്കുകളിലും ഒക്കെ സംഭവങ്ങളുടെ ഓർഡറുകളിലുമൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ട്. 4, എന്താ, നമ്മൾ വേറൊരു കാര്യം പറഞ്ഞു, കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ തന്നെ വലിയൊരു കാലഘട്ടത്തെ പറ്റി, അതായത് ബാല്യം മുതൽ 30 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ, 12ാമത്തെ വയസ്സിലെ സംഭവം ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ള കാലഘട്ടത്തെ പറ്റി നമുക്ക് വലിയ അറിവോ രേഖയോ ഒന്നും ലഭ്യമല്ല. അപ്പം ഇതൊക്കെ കർത്താവിൻ്റെ ഒരു ജീവചരിത്ര രചന, ഒരു ബയോഗ്രഫി എഴുതുന്നതിന് പ്രയാസമുള്ളതായിട്ടുള്ള കാര്യമാണ് എന്നാണ് അവിടെ പറയാനായിട്ട് ശ്രമിക്കുന്നത്. അതിനുശേഷം ഈ ഫോം ക്രിറ്റിസിസം ത്തെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. നമുക്ക് വേറൊരു സെഷനിൽ അത് മാത്രമായിട്ട് സംസാരിക്കാം, അല്ലെങ്കിൽ നിങ്ങളത് കൺഫ്യൂസ്ഡ് ആവും. ഓക്കെ, അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. 2, നമ്മൾ ആദ്യം ചോദിച്ചു ജീവചരിത്ര രചന സാധ്യമാണോ എന്ന് ചോദിച്ചു. രണ്ടാമത് അവിടെയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ, അഡ്രസ്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ, യേശു ഒരു ചരിത്ര പുരുഷനാണോ, ശരിക്കും ജീവിച്ചിരുന്ന ഭൂമിയിലുണ്ടായിരുന്ന ഒരു മനുഷ്യനാണോ യേശു എന്നുള്ളതായിട്ടുള്ള ചോദ്യമാണ്, അല്ലെ? നമുക്ക് പലപ്പോഴും ചില ആളുകൾ പറയും ഇത് വെറും കെട്ടുകഥയാണ് എന്ന് പറയും, അങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നില്ല, ഇത് വെറും അന്ധവിശ്വാസമാണ്, കെട്ടുകഥയൊക്കെയാണ് എന്ന് പറയും. അപ്പൊ ആ ചോദ്യമാണ് ഇവിടെ രണ്ടാമതായിട്ട് ചോദിക്കാനായിട്ട്, അഡ്രസ്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. യേശു ശരിക്കും ഒരു ഹിസ്റ്റോറിക്കൽ പേഴ്സൺ ആണോ, ചരിത്ര പുരുഷനാണോ? അപ്പൊ അതിന് എന്തൊക്കെയാണ്, ഒരു ചരിത്ര പുരുഷനാണ് എന്ന് നമുക്കറിയാം, അതിനെന്തൊക്കെയാണ് തെളിവുകൾ ഉള്ളത്, അല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള തെളിവുകൾ എന്തൊക്കെയാണ് ഉള്ളത്, അത് കുറച്ച് കാര്യങ്ങൾ അച്ഛൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു സെഷൻ, ആദ്യത്തെ സെഷനിൽ പറയുന്നത് അത് ക്രിസ്ത്യൻ റൈറ്റേഴ്സ് അല്ല, എന്നാൽ റോമൻ ഹിസ്റ്റോറിയൻസ്. നമുക്കറിയാം കർത്താവ് ജീവിച്ചിരുന്ന കാലഘട്ടം റോമൻ ഭരണകൂടം ഭരിക്കുന്നതായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഈ റോമൻ ഹിസ്റ്റോറിയൻസ് അവരുടെ റൈറ്റിങ്സിലൊക്കെ കർത്താവിനെ പറ്റി ചില സൂചനകളുണ്ട്. ഇത് വെറും ഒരു കെട്ടുകഥയാണെങ്കിൽ സ്വാഭാവികമായിട്ടും, അല്ലെങ്കിൽ കർത്താവിനെ എൻ്റെ ശിഷ്യന്മാരായിട്ട് സഭ ഉണ്ടാക്കിയ കുറച്ച് ആളുകൾ ഉണ്ടാക്കിയ കഥ മാത്രമാണ് കർത്താവിനെ കുറിച്ചുള്ളതെങ്കിൽ അതൊരിക്കലും അങ്ങനെ ഇതിന് പുറത്തുള്ള ആളുകളുടെ ചരിത്രകാരന്മാരുടെ രചനയിൽ ഒരിക്കലും വരാനായിട്ട് സാധ്യതയില്ല. എന്നാൽ
ഈ റോമൻ ഹിസ്റ്റോറിയൻസിന്റെ, കർത്താവുമായി ബന്ധപ്പെട്ട് നിൽക്കാത്ത, ഈ സഭയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കാത്ത സെക്യുലർ ആയിട്ടുള്ള റോമൻ ഹിസ്റ്റോറിയൻസിന്റെ റൈറ്റിംഗ്സിൽ കർത്താവിനെ പറ്റിയുള്ള ചില പരാമർശങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അത് നമുക്കൊരു പ്രൂഫാണ്, യേശു ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളതിനുള്ള പ്രൂഫാണ്. അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ അച്ഛൻ അവിടെ പറയുന്നുണ്ട്. ഒന്ന്, AD 65 140, AD 65 to 140 ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സ്യൂട്ടോണിയസ് എന്ന് പറയുന്ന ഒരു റോമൻ ഹിസ്റ്റോറിയൻ, അദ്ദേഹം ക്ലോഡിയസിന്റെ ജീവചരിത്രം, ക്ലോഡിയസ് എന്ന എംപററാണ്, രാജാവാണ്, ക്ലോഡിയസിന്റെ ജീവചരിത്രം ഈ സ്യൂട്ടോണിയസ് എഴുതുന്ന സമയത്ത്, സ്യൂട്ടോണിയസ് ആണ് എഴുത്തുകാരന്റെ പേര്, ക്ലോഡിയസ് എന്ന് പറയുന്ന എംപററാണ്. ഈ സ്യൂട്ടോണിയസ് ഈ രാജാവിന്റെ ക്ലോഡിയസിന്റെ ജീവചരിത്രം എഴുതുമ്പോൾ ആ പുസ്തകത്തില് AD 52 കാലഘട്ടത്തില് യേശു ക്രിസ്തുവിന്റെ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ പ്രേരണയിൽ ഒരു കലഹമുണ്ടായതുകൊണ്ട്, ഒരു വഴക്കുണ്ടായതുകൊണ്ട്, അല്ലെങ്കിൽ ആ ദേശത്തൊരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് അവിടെ നിന്ന് ക്രിസ്ത്യാനികളെയും യഹൂദന്മാരെയും ദേശത്ത് നിന്ന് ഓടിച്ചു വിട്ടതായിട്ട്, അന്നത്തെ പോലീസുകാർ ഓടിച്ചു വിട്ടതായിട്ടുള്ള ഒരു സൂചനയുണ്ട്. അത് നമുക്കറിയാം, നമ്മൾ പറഞ്ഞു AD 65 140 ഇടയിലാണ് ഇത് എഴുതുന്നത്, ഈ വ്യക്തി ജീവിച്ചിരിക്കുന്നത്, സ്യൂട്ടോണിയസ് ജീവിച്ചിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം ഈ AD 52 കർത്താവ് യേശുക്രിസ്തു ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള ധാരണയില സത്യത്തിൽ എഴുതുന്നത്. അത് തെറ്റായിട്ടുള്ള ഒരു ധാരണയായിരുന്നു. കർത്താവ് അതിനും ഒരു ഏകദേശം ഒരു 20 കൊല്ലം മുൻപ് AD 32 കാലഘട്ടത്തില് കർത്താവ് കൊല്ലപ്പെട്ടു. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ ഒരു 10-20 വർഷം കഴിഞ്ഞിട്ട് ഈ റോമൻ പ്രദേശത്ത് ഒരു കലഹം ഉണ്ടാകുന്നു. അതിൽ യഹൂദന്മാരും ക്രിസ്ത്യാനികളും ആ കലഹത്തിന് കാരണമായി എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ആ കാരണമായി എന്നുള്ള പേരിൽ ഇവരെ അവിടുന്ന് ഓടിച്ചു കളയുന്നതായിട്ട് ഈ സ്യൂട്ടോണസ് എഴുതിയിട്ടുണ്ട്. ഈ കലഹം ശരിക്കും അത് നടന്നിട്ടുള്ളത്. കാരണം നമ്മൾ അക്വിലാസും പ്രിസ്കില്ലയും ഒക്കെ ഈ അപ്പോസ്തല പ്രവർത്തികൾ 18-ാമത്തെ അധ്യായത്തിൽ അവർ റോമാ നഗരം വിട്ടു പോകുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ്. അവിടെ ഒരു കലഹം ഉണ്ടാവുന്നു, അവിടെ നിന്ന് യഹൂദന്മാരെ ക്രിസ്ത്യാനികളെ ഒക്കെ പുറത്താക്കുന്നു. അങ്ങനെ അവർ അവിടുന്ന് ആ നഗരത്തിൽ നിന്ന് പോകാനായിട്ട് ഇടയായത്. ഈ കലഹത്തെ പറ്റിയാണ് സ്യൂട്ടോണസ്, അത് ക്രിസ്ത്യാനികൾ അതിൽ ഇൻവോൾവ് ആയതുകൊണ്ടായിരിക്കാം, ക്രിസ്തുവിന്റെ നേതൃത്വത്തിലുണ്ടായ ഒരു കലഹമാണ് എന്നുള്ള തരത്തിൽ അയാൾ എഴുതുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ നമുക്ക് മനസ്സിലാക്കാം, ഏതായാലും ഈ കർത്താവ് കൊല്ലപ്പെട്ട ഏതാണ്ട് 20-30 കൊല്ലം കഴിഞ്ഞിട്ട് എഴുതപ്പെടുന്ന ഒരു രേഖയിൽ, ആ റോമൻ ചരിത്രകാരനായ ഒരു മനുഷ്യൻ എഴുതുന്ന രേഖയിൽ ക്രിസ്തുവിനെ പറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു വ്യക്തി അവിടെ ജീവിച്ചിരുന്നത് കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ മെൻഷൻ ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഒന്ന് നമ്മൾ പറഞ്ഞു സ്യൂട്ടോണസിന്റെ ഈ രേഖ. ഈ റോമാ സാമ്രാജ്യത്തിന്റെ ചരിത്രം എഴുതുന്ന മറ്റൊരു ഹിസ്റ്റോറിയനാണ്, വളരെ പ്രസിദ്ധമായിട്ടുള്ള ഹിസ്റ്റോറിയനാണ് ടാസിറ്റസ് എന്ന് പറയുന്നത്. ഈ റോമൻ ഹിസ്റ്റോറിയനാണ്. അദ്ദേഹം ഈ റോമൻ ഭരണകൂടത്തിന്റെയും നഗരത്തിന്റെയും ഒക്കെ വളരെ വിശദമായ ചരിത്രം എഴുതുന്നുണ്ട്. അപ്പം AD 64 ഇപ്പൊ എത്രയായി, കർത്താവ് മരിച്ച് കൊല്ലപ്പെട്ടിട്ട് ഏതാണ്ട് പിന്നെയും ഒരു 30-32 വർഷം കൂടെ ആവുന്നുണ്ട്. AD 64 റോമൻ നഗരത്തിൽ ഒരു തീപിടുത്തം ഉണ്ടാവുന്നുണ്ട്. അതൊരു ചരിത്ര രേഖയാണ്, അത് ശരിക്കും സംഭവിച്ചിട്ടുള്ളതായിട്ടുള്ള കാര്യമാണ്. നീറോയുടെ കാലഘട്ടം. ഈ തീപിടുത്തം ഉണ്ടായപ്പോൾ എന്ത് സംഭവിക്കുന്നു? നീറോ ചക്രവർത്തി, റോമൻ എംപറർ, റോമൻ രാജാവാണ് നീറോ ചക്രവർത്തി, ഈ തീപിടുത്തം ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയതാണ് എന്ന് ആരോപണം കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് അതിന്റെ പേരിൽ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിന്റെ പിന്നിൽ പല കാരണങ്ങളുണ്ട്, നമ്മൾ അതിലേക്കൊന്നും പോകണ്ട, രാഷ്ട്രീയപരമായ പല കാരണങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ റോമാ നഗരത്തിൽ AD 64 ഒരു വലിയ തീപിടുത്തം ഉണ്ടായിട്ടുള്ളത് അത് ഹിസ്റ്ററിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പം ആ തീപിടുത്തത്തെ പറ്റി ഈ ടാസിറ്റസ് എഴുതുന്ന സമയത്ത് ക്രിസ്ത്യാനികളെ നീറോ ചക്രവർത്തി ഇതിന്റെ പേരിൽ പഴിചാരിയതായിട്ട് അവിടെ രേഖപ്പെടുത്താനായിട്ട് ഇടയായിട്ടുണ്ട്. ക്രിസ്ത്യാനികളാണ് ഈ തീപിടുത്തത്തിന് കാരണമെന്ന് നീറോ ചക്രവർത്തി പറഞ്ഞതായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അവിടെ ഇങ്ങനെ ടാസിറ്റസ് ഇങ്ങനെ എഴുതുന്നത്, തിബരിയാസിന്റെ വാഴ്ചയുടെ കാലത്ത് നമ്മുടെ ഗവർണർമാരിൽ ഒരുവനായ പീലാത്തോസിന്റെ പക്കൽ നിന്ന് വധശിക്ഷയേറ്റ ക്രിസ്തുവിൽ നിന്നുമാണ് ഈ നാമം ഉണ്ടായത്. ഇതിനെ പറ്റിയാ, ക്രിസ്ത്യാനികളെ പറ്റിയാ പറയുന്നത്. അപ്പൊ അദ്ദേഹം ക്രിസ്ത്യാനികളെ പറ്റി എന്താ പറയുന്നത്? തിബരിയാസിന്റെ കാലഘട്ടം, ടൈബേരിയസ് എംപറർ, കർത്താവിന്റെ ജനനത്തെ പറ്റിയൊക്കെ ലൂക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പോൾ അവിടെ നമ്മൾ ഈ പേര് കാണുന്നുണ്ട്. ടൈബേരിയസിന്റെ കാലത്ത്, തിബരിയാസ് കൈസറുടെ കാലഘട്ടത്തില് റോമൻ ഗവർണറായിരുന്ന പീലാത്തോസ്
തൂക്കിക്കൊല്ലാനായിട്ട്, ക്രൂശിച്ചു കൊല്ലാനായിട്ട് വിധിച്ച ഒരു വ്യക്തിയായ യേശുക്രിസ്തുവിന്റെ അനുയായികളെ പറ്റിയാണ് ഈ ക്രിസ്ത്യാനികൾ, അങ്ങനെയാണ് ഈ പേരുണ്ടായതെന്നൊക്കെ അദ്ദേഹം അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്തോ മനസ്സിലാക്കാം, ഇവരുടെ അറിവിൽ, അതായത് AD 64 ഉണ്ടായ തീപിടുത്തത്തെ പറ്റി അന്നത്തെ ഹിസ്റ്റോറിയൻ അത് എഴുതി വെക്കുമ്പോൾ 30 കൊല്ലം മുമ്പ് കൊല്ലപ്പെട്ട കർത്താവിനെ പറ്റി അവിടെ പറയുന്നുണ്ട്. ഇപ്പൊ പീലാത്തോസ് ഒരു ചരിത്ര പുരുഷനാണ്, അതിനെപ്പറ്റി രേഖയുണ്ട്. അപ്പൊ അദ്ദേഹം കൊല്ലുവാനായിട്ട് വിധിച്ച മനുഷ്യനായ യേശുവിനെ പറ്റി അവിടെ പറയുന്നുണ്ട്. അപ്പൊ യേശു ചരിത്രത്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളതിന് മറ്റൊരു തെളിവാണത്. അതുകൊണ്ട് തന്നെ ബിഥന്യയിലെ മറ്റൊരു ഗവർണർ ഉണ്ട്. അദ്ദേഹത്തിന്റെ പേരായിരുന്നു പ്ലീനി എന്ന് പറയുന്നത്. ഈ പ്ലീനി അദ്ദേഹം ക്രിസ്തീയ അന്ധവിശ്വാസം നിർമാർജനം ചെയ്യാനായിട്ട് ശ്രമിച്ചു. എന്താ പറയുന്നത്, ക്രിസ്തീയ സഭ എന്നിടത്തേക്ക് വളർന്നു. അപ്പം ഇതിനെ ഒരു അന്ധവിശ്വാസമായി കണ്ടിട്ട് ഇതിനെ ഇല്ലായ്മ ചെയ്യാനായിട്ട് ഈ പ്ലീനി എന്ന് പറയുന്ന ഗവർണർ ശ്രമിച്ചു. അദ്ദേഹം രാജാവിനെ ഇതിനെപ്പറ്റി എഴുതി അറിയിക്കുന്നുണ്ട്. AD 112 ട്രാജൻ ചക്രവർത്തിക്ക് അദ്ദേഹം ഇങ്ങനെയാണ് എഴുതിയത്. ഇതിനെപ്പറ്റി ക്രിസ്ത്യാനികളെ പറ്റി എഴുതിയേക്കുന്നതാണ്. എത്ര തന്നെ പ്രേരിപ്പിച്ചാലും ഒരു ക്രിസ്ത്യാനി ക്രിസ്തുവിന്റെ നാമത്തെ ശപിക്കുകയില്ല എന്നും, ക്രിസ്ത്യാനികൾ നേരം വെളുക്കുന്നതിന് മുൻപ് ഒരുമിച്ച് കൂടി ഒരു ദൈവത്തെ എന്നവണ്ണം ക്രിസ്തുവിനെ സ്തുതിക്കുന്ന ഗാനം ആലപിക്കുന്നു. ഇത് ആരെഴുതിയതാ? പ്ലീനി എഴുതിയതാ. റോമൻ ഗവർണർ ആയിരിക്കുന്ന പ്ലീനി അന്നത്തെ ചക്രവർത്തി ആയിരിക്കുന്ന ട്രാജന് എഴുതിയ എഴുത്തിൽ പറയുന്ന കാര്യമാണ്. താൻ എത്രയൊക്കെ നിർബന്ധിച്ചിട്ടും ഈ ക്രിസ്ത്യാനികൾ അവരുടെ വിശ്വാസം ഉപേക്ഷിക്കാനായിട്ട് തയ്യാറാവുന്നില്ല, കർത്താവിന്റെ നാമത്തെ ശപിക്കാനായിട്ട് തയ്യാറാവുന്നില്ല. ഇവര് നേരം വെളുക്കുമ്പോഴേ നേരത്തെ ഉണർന്നെഴുന്നേറ്റ് ദൈവത്തെ ആരാധിക്കുന്നത് പോലെ കർത്താവിന്റെ യേശുക്രിസ്തുവിനെ സ്തുതി ഗീതങ്ങൾ ആലപിച്ച് ആരാധിക്കുന്നുണ്ട് എന്ന് പ്ലീനി എഴുതുന്നുണ്ട്? ചക്രവർത്തി എഴുതി അറിയിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? യേശുക്രിസ്തു ഒരു ചരിത്ര പുരുഷനാണ്, ഒരു ഹിസ്റ്റോറിക്കൽ പേഴ്സൺ ആണ്. ഈ കാര്യങ്ങളെല്ലാം ചരിത്രത്തിൽ യഥാർത്ഥത്തിൽ നടന്നതായ സംഭവങ്ങളാണ് എന്നാണ് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് റോമൻ ഹിസ്റ്റോറിയൻസിന്റെ അല്ലെങ്കിൽ ആ ചരിത്രത്തിൽ നിന്നുമാണ്. അത് ഒരു സെഷൻ. 2, ജൂവിഷ് ട്രഡീഷൻസിലും അല്ലെങ്കിൽ ജൂവിഷ് റൈറ്റിംഗ്സിലും യഹൂദന്മാരുടെ രേഖകളിലും കർത്താവിനെ പറ്റി നമുക്ക് സൂചനകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ യഹൂദ ചരിത്രകാരന്മാരിൽ ജൂവിഷ് ഹിസ്റ്റോറിയൻസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പേരാണ് ജോസിഫസ് എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു ജൂവിഷ് ഹിസ്റ്റോറിയനാണ്, വളരെ പ്രശസ്തനായ ഒരു ഹിസ്റ്റോറിയനാണ്. അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ യേശുക്രിസ്തുവിനെ പറ്റി അദ്ദേഹം പലയിടത്ത് പരാമർശിക്കുന്നുണ്ട്. യോഹന്നാൻ സ്നാപകനെ പറ്റി അദ്ദേഹം എഴുതുന്നുണ്ട്. യേശുക്രിസ്തു താൻ മശിഹായാണ് എന്ന് ക്ലെയിം ചെയ്തതായിട്ട്, അവകാശപ്പെട്ടതായിട്ട് അദ്ദേഹത്തിന്റെ എഴുത്തുകളിലൊക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ജോസിഫസ് AD 37 100 ഇടയ്ക്കാണ് ജീവിച്ചത്. അതായത് കർത്താവ് കൊല്ലപ്പെട്ട് തൊട്ടടുത്തുള്ള കാലഘട്ടത്തിൽ തന്നെയാണ് ഈ ജോസിഫസ് ജീവിച്ചിരുന്നത്. അദ്ദേഹം AD 93 എഴുതിയ ഒരു പുസ്തകമാണ്, ഗ്രന്ഥമാണ് ആന്റിക്വിറ്റീസ് എന്ന് പറയുന്നത്. ഈ ആന്റിക്വിറ്റീസ് എന്ന പുസ്തകത്തിലും ഇൻഡയറക്റ്റ് ആയിട്ട് യേശുക്രിസ്തുവിനെ പറ്റി അദ്ദേഹം എഴുതുവാനായിട്ട് ഇടയാവുന്നുണ്ട്. അവിടെ യേശുവിനെ പറ്റി ജോസിഫസിന് അറിവുണ്ടായിരുന്നുവെന്ന് സ്പഷ്ടമാക്കുന്നതാണ്. അനന്യാസ് ന്യായാധിപന്മാരുടെ സന്നിധ്യം കൂടുകയും ക്രിസ്തു എന്ന് വിളിക്കുന്ന യേശുവിന്റെ സഹോദരനായ യാക്കോബിനെ അവരുടെ മുൻപാകെ ഹാജരാക്കുകയും ചെയ്തു. കർത്താവിന്റെ സഹോദരനായ യാക്കോബിനെ വിസ്തരിച്ചതിനെ പറ്റിയുള്ള ഒരു എഴുത്താണ്. അതിൻ്റെ അകത്തും എന്ത് പറയുന്നുണ്ട്? യാക്കോബ് ക്രിസ്തുവിന്റെ സഹോദരനായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാം? ജോസിഫസിനും അറിയായിരുന്നു യേശു ക്രിസ്തു യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ് എന്ന് അദ്ദേഹത്തിന്റെ രേഖകളിലും നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതുകൊണ്ട് ശിഷ്യന്മാരെ കൂട്ടി വരുത്തിയ ഒരു ഗുരുവായിട്ട് മന്ത്രവാദത്തിനും ഇസ്രായേലിനെ തെറ്റായ വഴികളിലേക്ക് കൊണ്ടുപോകാൻ പ്രേരിപ്പിച്ചതിനും പെസഹായുടെ സമയം തൂക്കിക്കൊല്ലപ്പെട്ട ഒരാളുമായിട്ട് യേശുവിനെ പറ്റി തൽമൂദിലും പറയുന്നുണ്ട്. തൽമൂദ് എന്ന് പറയുന്ന യഹൂദന്മാരുടെ ഒരു വിശുദ്ധമായ ഒരു ഗ്രന്ഥമാണ്. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാം, അതിൻ്റെ അകത്ത് കർത്താവിനെ പറ്റി പറയുമ്പോൾ നെഗറ്റീവ് ടോണിലേ അവർ സംസാരിക്കത്തുള്ളൂ. കാരണം യഹൂദന്മാർ യേശുവിനെ മശിഹായായിട്ട് അംഗീകരിച്ചിരുന്നില്ല. ദൈവപുത്രനാണ് എന്ന് കർത്താവ് പറഞ്ഞതുകൊണ്ട് കൂടിയാണ് യഹൂദന്മാർ കർത്താവിനെ കൊല്ലണം എന്ന് വാശി പിടിക്കുന്നതൊക്കെ. അപ്പം ഈ യഹൂദന്മാരുടെ താൽമൂദിന്റെ അകത്തും എന്തോ പറഞ്ഞിട്ടുണ്ട്, കർത്താവിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. നെഗറ്റീവായിട്ടാണെങ്കിൽ പോലും കർത്താവിനെ പറ്റി അവിടെ പറഞ്ഞിട്ടുണ്ട്. കർത്താവിൻ്റെ ശിഷ്യന്മാരെ കൊണ്ടുവന്നിരുന്ന ഒരു ഗുരുവായിരുന്നു, ഒരു ടീച്ചറായിരുന്നു. ഇസ്രായേൽ ജനത്തെ യഹൂദന്മാരുടെ മതത്തിൽ നിന്ന് തെറ്റായ വഴിയിലേക്ക് കൊണ്ടുപോയി
എന്നൊക്കെ പറയുന്നുണ്ട്. പെസഹായുടെ സമയത്താണ് ഈ യേശുവിനെ തൂക്കിക്കൊന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിലും നമുക്ക് മനസ്സിലാക്കാം ഇത് യേശുവിന്റെ ചരിത്രത്തിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവാണ്. AD 85 AD 85 അതായത് കർത്താവ് മരിച്ച് വീണ്ടും ഒരു 50 വർഷം കൂടി കഴിഞ്ഞിട്ട് യഹൂദന്മാരായിട്ടുള്ള റബ്ബിമാര് അവരുടെ പ്രാർത്ഥനകളിൽ ഇങ്ങനെ ഒരു വാചകം കൂടി പറയുമായിരുന്നു എന്നാ പറയുന്നത്: ക്രിസ്ത്യാനികളും പാഷാണ്ഡോപദേശക്കാരും ശീഘ്രത്തിൽ നശിക്കണമേ, അവരുടെ നാമം നീതിമാന്മാരുടെ പട്ടികയിൽ കാണപ്പെടരുതേ. പാഷാണ്ഡോപദേശം എന്ന് പറയുന്നത് തെറ്റായ വിശ്വാസം. അതായത് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് തെറ്റായ ഉപദേശമാണെന്നാണ് യഹൂദന്മാർ ക്ലെയിം ചെയ്യുന്നത്. അപ്പൊ അവരെന്താ പ്രാർത്ഥിക്കുന്നത്? ക്രിസ്ത്യാനികളും ഇങ്ങനെ ഉപദേശിക്കുന്നവരും പെട്ടെന്ന് നശിച്ചു പോകണം എന്ന് അവർ പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ടാണ്? AD 85 കൊണ്ട് തന്നെ സഭ അത്ര ശക്തമായിട്ട് ക്രിസ്തു സഭ വളർന്നത് കൊണ്ടാണ് യഹൂദന്മാർക്ക് ഇത്രയും ഒരു ദേഷ്യം ക്രിസ്ത്യാനികളോട് തോന്നാനായിട്ട് കാരണം. അപ്പം ഇല്ലാത്ത ഒരാള്, സങ്കല്പത്തിലുള്ള ഒരാളെ ചുറ്റിപ്പറ്റി ഉണ്ടാക്കിയ കെട്ടുകഥയാണെങ്കിൽ ഈ 50 വർഷത്തിനുള്ളിൽ എങ്ങനെയാ സഭ ഇത്ര ശക്തമായിട്ട് വളരുവാനായിട്ട് സാധിക്കും? ഒരിക്കലും സാധിക്കത്തില്ല. അപ്പൊ ശരിക്കുമുള്ള ഒരാളായിരുന്നത്, യേശുക്രിസ്തു ജീവിച്ചിരുന്നത് കൊണ്ടും നമ്മൾ വായിക്കുന്ന കാര്യങ്ങളൊക്കെ സത്യമായതുകൊണ്ടുമാണ് കർത്താവ് കൊല്ലപ്പെട്ട് ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് തന്നെ ക്രിസ്തു സഭ ഇത്രയും ശക്തമായിട്ട് ലോകത്തൊക്കെ വ്യാപിക്കുവാനായിട്ട് ഇടയാവുന്നത്. അപ്പൊ അതുകൊണ്ടും നമുക്ക് മനസ്സിലാക്കാം യേശു ക്രിസ്തു യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. യേശു എന്ന് പറയുന്നത് ഒരു കെട്ടുകഥയല്ല, ഒരു സങ്കല്പ സൃഷ്ടിയല്ല, ഇമാജിനേറ്റീവ് ക്യാരക്ടർ അല്ല. യേശു ശരിക്കും ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളത് നമുക്ക് അവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് പൊതുവിൽ നമുക്ക് യേശു ചരിത്ര പുരുഷനാണോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ചോദ്യം വന്നാൽ നമ്മൾ 2 സെക്ഷനായിട്ട് അത് എഴുതണം. ഒന്ന്, നമുക്ക് റോമൻ ചരിത്രകാരന്മാരിൽ നിന്നും ലഭിക്കുന്ന സൂചനകൾ. ഇവിടെ സ്യൂട്ടോണിയസിനെ നമ്മൾ കണ്ടു, അല്ലെ, പ്ലീനിയെ നമ്മൾ കണ്ടു, ടാസിറ്റസിനെ നമ്മൾ കണ്ടു. അപ്പം ഇവരുടെയൊക്കെ റൈറ്റിങ്സിൽ യേശു ക്രിസ്തുവിനെ പറ്റി പറഞ്ഞിട്ടുള്ളത് യേശു ശരിക്കും ജീവിച്ചിരുന്ന വ്യക്തിയാണെന്നുള്ള തെളിവാണ്, ചരിത്ര പുരുഷനായിരുന്നു എന്നതിനുള്ള തെളിവാണ്. 2, ജൂവിഷ് ഹിസ്റ്റോറിയൻസിന്റെ റൈറ്റിങ്സിലും നമ്മൾ യേശു ക്രിസ്തുവിനെ പറ്റി കാണുന്നുണ്ട്. ജോസീഫസിന്റെ റൈറ്റിങ്സിൽ യേശു ക്രിസ്തുവിനെ പറ്റി കാണുന്നുണ്ട്. യഹൂദന്മാരുടെ ഗ്രന്ഥമായിട്ടുള്ള താൽമൂദില് ക്രിസ്ത്യാനികളെ പറ്റിയും യേശു ക്രിസ്തുവിനെ പറ്റിയുമുള്ള പരാമർശങ്ങൾ അവിടെ ഉണ്ട്. അതുപോലെ AD 85 യഹൂദ റബ്ബിമാരുടെ പ്രാർത്ഥന, അതിലവര് ക്രിസ്ത്യാനികൾ പെട്ടെന്ന് നശിച്ചു പോകണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം അത് ശരിക്കുമുള്ള ഒരു വ്യക്തി ആരംഭിച്ചതായതുകൊണ്ടാണ് അത്ര പെട്ടെന്ന് സഭ വളരുകയും യഹൂദന്മാർക്ക് സഭയോട് ദേഷ്യം തോന്നുകയും ചെയ്തത് എന്ന് നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതൊക്കെ എന്തിന്റെ തെളിവാണ്? യേശു ക്രിസ്തു ശരിക്കും ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളതിന്റെ തെളിവാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പെട്ടെന്ന് പോകാം. അവിടെ കാലസമ്പൂർണത എന്നാണ് പറയുന്നത് ആ ചാപ്റ്ററിന്റെ പേര്. ഗലാത്യ ലേഖനത്തിൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ അയച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പം അതിനെയാണ് അച്ഛൻ ഈ 2ാമത്തെ പുസ്തകത്തിൽ പറയാനായിട്ട്, ഈ 2ാമത്തെ അധ്യായത്തിൽ പറയാനായിട്ട് ശ്രമിക്കുന്നത്. എന്താണ് ഈ കാലസമ്പൂർണത? അതിന്റെ ഐഡിയ ഇത്രയുമാണ്: യേശു ക്രിസ്തു മനുഷ്യനായി ഭൂമിയിലേക്ക് ജനിക്കുന്ന സമയം അത് ദൈവം നിശ്ചയിച്ച ഒരു പ്രത്യേകമായ സമയമായിരുന്നു. അത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിച്ചു പോയ ഒരു കാര്യമല്ല, അല്ലെങ്കിൽ അത് കൃത്യമായി ചരിത്രത്തിൽ ഇന്ന സമയത്ത് അത് സംഭവിക്കണമെന്ന് ദൈവത്തിന്റെ തീരുമാനത്തിനനുസരിച്ചാണ് ദൈവം മനുഷ്യനായിട്ട് ആ കാലഘട്ടത്തിൽ ജനിക്കുന്നത്. അപ്പൊ ആ കാലഘട്ടത്തിൽ ദൈവം മനുഷ്യനായി ജനിക്കുവാൻ തക്കവണ്ണം ഭൂമിയിൽ ഒരുപാട് കാര്യങ്ങൾ അതിന് അനുകൂലമായിട്ട് ദൈവം പ്രവർത്തിച്ചു എന്നാണ് ആ അധ്യായത്തിൽ പറയാനായിട്ട് ശ്രമിച്ചത്. അപ്പം കർത്താവ് അല്ലെങ്കിൽ ദൈവം മനുഷ്യനായി ഭൂമിയിൽ ജനിക്കുകയും ഇവിടെ പഠിപ്പിക്കുകയും കൊല്ലപ്പെടുകയും ഉയർത്തെഴുന്നേൽക്കുകയും അതേ തുടർന്ന് ക്രിസ്തു സഭ ലോകത്തെല്ലായിടത്തും വളരുകയും ചെയ്യത്തക്കവണ്ണം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതിയുടെ ഭാഗമായിട്ട് എല്ലാ കാര്യങ്ങളും അതിനനുകൂലമായിട്ട് സംഭവിച്ചു കൊണ്ടിരുന്നു. അപ്പം അങ്ങനെ ദൈവത്തിൻ്റെ ഒരു പ്ലാനിന്റെ നടുവിലാണ് ഇതും സംഭവിക്കുന്നത് എന്നാണ് ആ ചാപ്റ്ററിൽ പറയാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഈ കാലസമ്പൂർണത? എന്തൊക്കെയാണ് കർത്താവിന്റെ ജനനത്തിന്, സഭയുടെ വളർച്ചയ്ക്കും ഒക്കെ അനുകൂലമായി തീരുവാൻ തക്കവണ്ണം ദൈവം ഈ ഭൂമിയിൽ ചെയ്ത കാര്യങ്ങൾ, അതിനെ ഒരുക്കിയത് എങ്ങനെയൊക്കെയാണ്, ഈ ഭൂമിയെ ഒരുക്കിയത് എങ്ങനെയാണ് എന്ന് നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം. അതിൻ്റെ അകത്ത് 1, 2, 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, രാഷ്ട്രീയമായ ഒരുക്കമാണ്. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോഴും അത് അങ്ങനെ തന്നെ പഠിക്കണം. ഇങ്ങനെ ഓരോ
സെക്ഷനായിട്ട് പഠിക്കണം. ഒന്ന് രാഷ്ട്രീയപരമായ ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് അതിന് സാഹചര്യം അതിന് ഒരുങ്ങി വരുന്നുണ്ട്. അപ്പം മനസ്സിലിരിക്കണം, കർത്താവ് ജനിക്കുന്ന കാലഘട്ടം ഏതാ? നമ്മൾ മുൻപേ അത് പറഞ്ഞു. റോമൻ ചക്രവർത്തി ഈ ദേശങ്ങളെയൊക്കെ കീഴടക്കി ഭരിക്കുന്ന കാലഘട്ടമാണ്. അപ്പം വിവിധ രാജ്യങ്ങൾ, അനേകം ചെറിയ 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 രാജ്യങ്ങളായിട്ടിരുന്നതിനെ റോമൻ ചക്രവർത്തി ഇതിന്റെ എല്ലാം മേളിൽ ഒരൊറ്റ അധികാരിയായിട്ട് നിന്നുകൊണ്ട് റോമൻ ചക്രവർത്തിയുടെ കീഴിലാണ് ആ രാജ്യങ്ങളെല്ലാം നിന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതും ദൈവത്തിന്റെ ഒരു പ്രവർത്തനത്തിന്റെ ഫലമായിരുന്നു എന്ന ഒരു തരത്തിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ കർത്താവിന്റെ ജനനത്തിന് അനുകൂലമായി ഒരുപാട് കാര്യങ്ങൾ അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒന്നെന്താണ്, കുഞ്ഞു കുഞ്ഞ് ചെറിയ ചെറിയ രാജ്യങ്ങളായിട്ട് നിലനിൽക്കുമ്പം ഈ രാജ്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും പ്രയാസങ്ങളും വഴക്കുകളും യുദ്ധങ്ങളും ഒക്കെ ഉണ്ടാവും. ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് യാത്ര ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ അത് പക്ഷേ ശത്രു രാജ്യമായിരിക്കും. അപ്പൊ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് വ്യത്യസ്ത രാജ്യങ്ങളായി ശത്രു രാജ്യങ്ങളായിട്ടൊക്കെ നിൽക്കുമ്പോൾ. പക്ഷേ എന്ത് സംഭവിക്കുന്നു? കർത്താവിന്റെ ജനനത്തിന് മുൻപ് തന്നെ ഈ ചരിത്രത്തിൽ പല രാജാക്കന്മാർ വരുന്നുണ്ട്. ബാബിലോൺകാർ വരുന്നുണ്ട്, അതിനുശേഷം പേർഷ്യക്കാർ വരുന്നുണ്ട്, ഗ്രീക്കുകാർ വരുന്നുണ്ട്. ഏറ്റവും അവസാനമാണ് കർത്താവിന്റെ ജനനത്തിന്റെ കാലഘട്ടം വരുമ്പോഴേക്കും റോമൻ ഭരണാധികാരി, റോമൻ രാജാവ്, ചക്രവർത്തി വന്നിട്ട് ഈ രാജ്യങ്ങളുടെ എല്ലാം മുകളിൽ അധികാരം സ്ഥാപിച്ച് ഒരൊറ്റ രാജ്യം പോലെ, ഒറ്റ രാജ്യമായിട്ടല്ല, എന്നാൽ ഈ രാജാവിന്റെ അധികാരത്തിന്റെ കീഴിൽ ഈ രാജ്യങ്ങളെയെല്ലാം ഒരുമിച്ച് കൊണ്ടുവരുന്നുണ്ട്. അപ്പം അതുകൊണ്ടുണ്ടായ ഗുണം എന്താണ്? ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് യാത്ര ചെയ്യാനും ഒക്കെ സാധിക്കുന്നു. രാജ്യങ്ങൾ തമ്മിലുള്ള വഴക്കുകളും പ്രയാസങ്ങളും ഒക്കെ ഒഴിവായി കിട്ടുന്നു. ജനങ്ങൾക്ക് കുറച്ചുകൂടി സുരക്ഷിതമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനോട് ചേർന്ന് അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ അത് ഒരു കർത്താവിന്റെ വരവിന് അനുകൂലമായി നിന്ന്, അല്ലെങ്കിൽ കർത്താവിന്റെ വരവിനും സഭയുടെ വളർച്ചയ്ക്കും അനുകൂലമായി നിന്ന ഒരു ഘടകമാണ് എന്ന് നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ റോമൻ ചക്രവർത്തി ഈ രാജ്യങ്ങളുടെ മേൽ അധികാരം സ്ഥാപിച്ചിട്ട് അതിൻ്റെ ഇടയിൽ സമാധാനം സ്ഥാപിച്ചു. അതിനെപ്പറ്റി മറ്റു വാദങ്ങളുണ്ട്, നമ്മളിപ്പോൾ അത്രയും ഡീപ്പായിട്ട് അതിലേക്ക് പോകണ്ട. അധികാരം ഉപയോഗിച്ച് വാളിന്റെ ഉപയോഗത്തിൽ ശിക്ഷ, ഭയം എന്നൊക്കെ അങ്ങനെയുള്ള ഒരു സമാധാനമാണ് എങ്കിൽ പോലും അത്രയും ഡീപ്പായിട്ട് നമ്മൾ ചിന്തിക്കുന്നില്ല എങ്കിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ രാജ്യങ്ങൾ തമ്മിലുള്ള വഴക്കുകളും യുദ്ധങ്ങളും ഒക്കെ അവസാനിച്ചിട്ട് ഒരു പരിധി വരെ സമാധാനം സ്ഥാപിക്കപ്പെടുവാനായിട്ടിടയായി. ഒരു നിയമവും നീതിയും ഒക്കെ സ്ഥാപിക്കപ്പെടുവാനായിട്ടിടയായി. അപ്പൊ ആ നിയമത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുകയും നിയമം തെറ്റിക്കുന്നവർ ശിക്ഷിക്കപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ ഒരു പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി അവിടെ ഉണ്ടാവുന്നുണ്ട്. ഒരു രാഷ്ട്രീയപരമായ ഒരു സ്റ്റെബിലിറ്റി അവിടെ ഉണ്ടാവുന്നുണ്ട്. അതാണ് രാഷ്ട്രീയപരമായ ഒരുക്കം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ സമാധാനവും നിയമങ്ങളും ഒക്കെ വന്ന് അക്രമങ്ങൾ കുറയുകയും യുദ്ധങ്ങൾ കുറയുകയും ഒക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? വ്യാപാരം ചെയ്യാനായിട്ടും യാത്ര ചെയ്യാനായിട്ടും ഒക്കെയുള്ള സാധ്യതകളുണ്ടാവും. ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് യാത്ര ചെയ്യുകയും ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കും. അതൊക്കെ സഭയുടെ വളർച്ചയ്ക്ക് ഒത്തിരി ഉപകാരപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം, കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം, പെന്തിക്കുസ്തിക്ക് ശേഷം ശിഷ്യന്മാര് പല രാജ്യത്തേക്ക് പോയിട്ടാണ് സുവിശേഷം പ്രസംഗിക്കുന്നത്. അതൊക്കെ സാധ്യമാകുന്നതിന്റെ ഒരു കാരണം ഇതുകൊണ്ടാണ്. ഈ രാജ്യങ്ങൾ തമ്മിലുള്ള വഴക്കൊക്കെ തീർന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യമൊക്കെ ലഭിച്ചത് കൊണ്ടാണ് ഇത്രയും ദേശങ്ങളിലേക്ക്, ദൂര രാജ്യങ്ങളിലേക്ക് പോലും യാത്ര ചെയ്തു പോവുകയും അവിടെയൊക്കെ സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്യാനായിട്ടൊക്കെ ഇടയായത്. അതുകൊണ്ട് ഈ റോമൻ ഭരണാധികാരി, അദ്ദേഹം, ഈ ചക്രവർത്തി എന്ത് ചെയ്തു? പുതിയ പുതിയ കപ്പൽ മാർഗം യാത്ര ചെയ്യാനുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കി. കടൽ കൊള്ളക്കാരെയൊക്കെ അദ്ദേഹം അടിച്ചമർത്തി, കൊള്ളക്കാരെയും വഴിയാത്രക്കാരെ കൊള്ള ചെയ്യുന്നവരെയും കപ്പലുകൾ കൊള്ള ചെയ്യുന്നവരെയും ഒക്കെ അടിച്ചമർത്തി അവരെയൊക്കെ ഒതുക്കി ഇല്ലായ്മ ചെയ്തു. നല്ല നല്ല റോഡുകൾ പണിയാനായിട്ട് വിവിധ ദൂരദേശങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യത്തക്കവണ്ണം നല്ല റോഡുകളൊക്കെ ഉണ്ടായി, യാത്രാ സൗകര്യങ്ങളുണ്ടായി, സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ടായി. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ അവിടെ ഉണ്ടാകുവാനായിട്ട് ഇടയായി. അത് അനുകൂലമായിട്ട്, സുവിശേഷത്തിന്റെ പ്രചരണത്തിന് അനുകൂലമായിട്ട് സംഭവിക്കുന്നുണ്ട്. സഭയുടെ വളർച്ചയ്ക്ക് അത് ഒത്തിരി പോസിറ്റീവായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒന്ന് നമ്മൾ പറഞ്ഞു പൊളിറ്റിക്കൽ, രാഷ്ട്രീയപരമായിട്ടുള്ള ഒരുക്കം. കൾച്ചറൽ ആയിട്ടുള്ള ഒരു ഒരുക്കം, അല്ലെങ്കിൽ സാംസ്കാരികമായിട്ടുള്ള ഒരു ഒരുക്കം സംഭവിക്കുന്നുണ്ട്. സാംസ്കാരികമായിട്ടുള്ള ഒരുക്കം എന്ന് പറയുമ്പോൾ എന്താ? ഈ റോമൻ ഗവൺമെന്റിന്റെ ഭാഷ ലാറ്റിൻ ആയിരുന്നു, ലത്തീൻ ഭാഷയായിരുന്നു. പക്ഷെ അതിനു മുൻപ് ഗ്രീക്കുകാര്, നമുക്കറിയാം അലക്സാണ്ടർ ദ ഗ്രേറ്റ്, നമ്മൾ ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുള്ള അലക്സാണ്ടർ ചക്രവർത്തി ഈ രാജ്യങ്ങളെയൊക്കെ കീഴടക്കുകയും
രാജ്യങ്ങളെയൊക്കെ തൻ്റെ വരുതിയിൽ കൊണ്ടുവരികയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ഗ്രീക്ക് ഭാഷ അന്നേരത്തേക്കും അവിടെ എല്ലാം വളരെ ശക്തമായിട്ട് വ്യാപിച്ചു. ഇപ്പം നമ്മൾ ഇംഗ്ലീഷ് എങ്ങനെയാണോ ഉപയോഗിക്കുന്നത്, ഇംഗ്ലീഷ് ഒരു ഗ്ലോബൽ ലാംഗ്വേജ് ആണെന്ന് നമ്മൾ പറയും. വിവിധ രാജ്യങ്ങളിൽ നമ്മൾ എവിടെ ചെന്നാലും ഇംഗ്ലീഷ് ഒരു പരിധി വരെ നമുക്ക് സംസാരിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ആ കാലഘട്ടത്തിൽ ഏത് ഭാഷ വന്നു? ഗ്രീക്ക് ഭാഷ വന്നു. ഗ്രീക്ക് ഭാഷയും ഗ്രീക്ക് ഫിലോസഫിയും ഒക്കെ വളരെ ശക്തമായിട്ട് ഉയർന്നു നിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ഈ കാലഘട്ടം. ഇപ്പൊ റോമൻ ഭരണാധികാരി അവരുടെ ഭാഷ ലാറ്റിൻ ആണെങ്കിൽ പോലും അതിനു മുൻപ് തന്നെ അലക്സാണ്ടർ ദ ഗ്രേറ്റിന്റെ ഒരു ഇൻഫ്ലുവൻസിന്റെ ഫലമായി, അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ ഫലമായി വിവിധ രാജ്യങ്ങളിൽ ആളുകൾ സംസാരിക്കാനും ഔദ്യോഗികമായ കാര്യങ്ങൾക്കും ഒക്കെ ഈ ഗ്രീക്ക് ഭാഷ ഉപയോഗിക്കുകയും ഗ്രീക്ക് ഫിലോസഫി വളരെ ശക്തമായിട്ട് വളർന്നു വരികയും ഒക്കെ ചെയ്തു. ഇതും ഒരു വലിയ ഹെൽപ്പായി ആദിമസഭയ്ക്ക്. കാരണം ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ അവിടെ എങ്ങനെ കർത്താവിനെ പ്രസംഗിക്കും? അവിടുത്തെ ഭാഷ അറിയത്തില്ലെങ്കിൽ ഭാഷ ഒരു വലിയ ബാരിയറാണ്. പക്ഷേ ഈ ഗ്രീക്ക് ഭാഷ എല്ലാവർക്കും, ഇന്ന് ഇംഗ്ലീഷ് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഗ്രീക്ക് ഭാഷ എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് കർത്താവിന്റെ ശിഷ്യന്മാർക്ക്, പ്രത്യേകിച്ചും പൗലോസിനൊക്കെ വിവിധ ദേശങ്ങളിൽ പോയി പ്രസംഗിക്കാൻ ഗ്രീക്ക് ഭാഷയും ഗ്രീക്ക് ഫിലോസഫിയും അറിയാവുന്നത് കൊണ്ട് അത് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. അതുകൊണ്ട് സുവിശേഷം എല്ലാ ദേശത്തോട്ടും എല്ലാ രാജ്യത്തോട്ടും വ്യാപിക്കാനായിട്ട് അതും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഘടകമായിട്ട് മാറി. നമ്മൾ പറഞ്ഞു വരുന്ന ഇതൊക്കെ ദൈവത്തിന്റെ ഒരു പദ്ധതിയുടെ ഭാഗമായിരുന്നു എന്നാണ് പറയാനായിട്ട് വരുന്നത്. അതുകൊണ്ട് പുതിയ നിയമം, ന്യൂ ടെസ്റ്റ്മെന്റ് ആദ്യം എഴുതപ്പെടുന്നത് ഗ്രീക്ക് ഭാഷയിലാണ്. ഇപ്പൊ ഗ്രീക്ക് ഭാഷയിൽ എഴുതിയത് കൊണ്ട് തന്നെ ഇതിന്റെ കയ്യെഴുത്ത് പ്രതികൾ വിവിധ ഇടങ്ങളിലേക്ക് സർക്കുലേറ്റ് ചെയ്ത് ചെന്ന ഇടങ്ങളിലൊക്കെ അവിടുത്തെ ആളുകൾക്ക് ഗ്രീക്ക് ഭാഷ അറിയാവുന്നത് കൊണ്ട് അത് വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം സാംസ്കാരികമായ കൾച്ചറൽ ആയിട്ടുള്ള ഗ്രീക്ക് ഭാഷയുടെയും ആ കൾച്ചറിന്റെയും ഫിലോസഫിയുടെയും ഒക്കെ ഒരു ശക്തമായിട്ടുള്ള വളർച്ച കർത്താവിന്റെ വരവിന്റെ ഒരു സാഹചര്യം ഒരുക്കുന്നതിനും സഭയുടെ സുവിശേഷം പ്രസംഗിക്കുന്നതിനും സഭ വളരുന്നതിനും ഒക്കെ അനുകൂലമായിട്ട് തീരുന്നുണ്ട്. 3, യഹൂദ വിതരണം മൂലമുള്ള ധാർമ്മികമായ ഒരുക്കം. യഹൂദ വിതരണം എന്ന് പറഞ്ഞാൽ ജൂയിഷ് ഡയസ്പോറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഹൂദന്മാര് വിവിധ ദേശങ്ങളിലോട്ട് പോയി താമസിക്കുന്നുണ്ട്. ഇപ്പൊ ഇന്ന് നമ്മുടെ നാട്ടിൽ നിന്നും മറ്റു വിദേശ രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നത് പോലെ പല കാരണങ്ങൾ കൊണ്ട് ജോലിക്ക് വേണ്ടി പോയവരുണ്ട്. ഈ റോമൻ ചക്രവർത്തിയുടെ വന്നതോടുകൂടി പീഡനം പേടിച്ച് പോയവരുണ്ട്. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് യഹൂദന്മാർ ആ കാലഘട്ടത്തിൽ തന്നെ, കർത്താവിന്റെ കാലഘട്ടമായപ്പോൾ തന്നെ ഒരുപാട് ദേശങ്ങളിൽ ചിതറിപ്പോയി പാർക്കുന്നുണ്ട്. അപ്പം ഒരുപക്ഷെ പാലസ്തീനിൽ മാത്രമായിട്ട് ചുരുങ്ങി പോകേണ്ട ഒരു കമ്മ്യൂണിറ്റി അതിനു മുൻപ് തന്നെ, കർത്താവിന്റെ വരവ് സംഭവിക്കുന്നതിന് മുൻപേ ദൈവം അവരെ ലോകത്തിന്റെ പല ഭാഗത്തായിട്ട് ചിതറിച്ചു വിടുന്നുണ്ട്. അപ്പൊ ഇവിടെയെല്ലാം ഈ പോയ യഹൂദന്മാർ ഏത് ദേശത്ത് ചെല്ലുന്നോ അവിടെയെല്ലാം ഇവരുടെ പഠിപ്പിക്കലുകളും ജൂയിഷ് ട്രഡീഷൻസും എല്ലാം വളർന്നു വരുന്നുണ്ട്. അവരവിടെ സിനഗോഗ്സ് പണിയും, അവിടെ അവരെ ആരാധന നടത്തും. അപ്പം മറ്റ് ദേശങ്ങളിലുള്ള, നമുക്കറിയാം പ്രത്യേകിച്ചും യഹൂദന്മാരുടെ പുറത്ത് ഈ വിജാതീയരായ ആളുകൾ ബഹുദൈവ വിശ്വാസമൊക്കെ ഉള്ളവരാ, ഒരുപാട് ദൈവങ്ങളിലൊക്കെ വിശ്വസിക്കുന്നവരാ. അതുകൊണ്ട് അവരുടെ ഈ മോറൽ ലൈഫ്, ഒരു ജീവിതത്തിന്റെ ഒരു മൊറാലിറ്റിക്കൊന്നും അത്ര വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കൾച്ചർ ആയിരുന്നില്ല അന്ന് പലയിടങ്ങളിലും ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ദേശത്ത് യഹൂദന്മാർ ചെന്ന് താമസിക്കുകയും ഇവർ സിനഗോഗുകളൊക്കെ പണിയുകയും, യഹൂദന്മാർ നമുക്കറിയാം ഏകദൈവം, ഒറ്റ ദൈവമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്നവരാ. ഒരേ ദൈവമേ ഉള്ളൂ. ആ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് ജീവിതം ഒരു വളരെ ഭംഗിയായിട്ട്, മോറൽ ലിവിങ്ങിന് വളരെ പ്രാധാന്യമുണ്ട്. ജീവിതം നന്നായി ജീവിക്കണമെന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്ന് പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഈ യഹൂദന്മാരുടെ ഒരു ചിന്താഗതി മറ്റ് ദേശങ്ങളിലെ ആളുകളെ വളരെ അട്രാക്ട് ചെയ്തു. അവർ നോക്കുമ്പോൾ തങ്ങളുടെ രീതികൾക്ക് എന്തോ ഒരു ചെറിയ പ്രയാസമുണ്ട്, ഇവിടെ അത്ര മൊറാലിറ്റി ഒന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നില്ല, ഒരുപാട് ദൈവങ്ങളിലുള്ള വിശ്വാസം, അതുമായിട്ട് ബന്ധപ്പെട്ട അനാചാരങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചിന്തിക്കുന്ന ആളുകൾ അതൃപ്തിയുള്ളവരായിട്ടിരിക്കുമ്പോൾ യഹൂദന്മാരുടെ അവിടെ ഇടയിൽ വന്ന് ഏകദൈവ വിശ്വാസവും മോറൽ ലിവിങ്ങും ഒക്കെ പ്രസംഗിക്കുകയും അവർ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുകയും ചെയ്തപ്പോൾ ഇതിനോടുള്ള ഒരു ആഭിമുഖ്യം ആ ആളുകൾക്കൊക്കെ ഉണ്ടാവുക, അവർ അതിനോടൊക്കെ അട്രാക്റ്റഡ് ആവുന്നുണ്ട്. അപ്പം അവർക്ക് ഈ ഇതിലുണ്ടായ താല്പര്യം ക്രിസ്തു സഭയെ വളരുന്നതിനും സഹായിക്കുന്നുണ്ട്, അല്ലെ? ക്രിസ്ത്യാനിറ്റിയിലോട്ട് വരുമ്പോൾ നമുക്കറിയാം ഏകദൈവ വിശ്വാസമാണ് ഈ ലൈഫിലെ ജീവിതത്തിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. വളരെ ഭംഗിയായിട്ട് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കണം, തെറ്റായ മാർഗങ്ങളിലൂടെ ജീവിക്കുവാനായിട്ട് പാടില്ല, അധാർമികമായ ഇമ്മോറലായിട്ട് ജീവിക്കാനായിട്ട് പാടില്ല
വിശ്വാസവും ജീവിതവും തമ്മിൽ ബന്ധമുണ്ട് എന്നൊക്കെ പഠിപ്പിക്കുന്ന ക്രിസ്തു സഭയുടെ പഠിപ്പിക്കലുകളും ഇതിനോട് ചേർന്ന് നിൽക്കുന്നത് തന്നെയാണ്. അപ്പം ഓൾറെഡി യഹൂദന്മാരുടെ വിശ്വാസം കണ്ട് ഇതിലോട്ട് അട്രാക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ ക്രിസ്തുവിനെ പ്രസംഗിച്ചപ്പോൾ അതിനെ സ്വീകരിക്കുക അവർക്ക് വളരെ എളുപ്പമായിരുന്നു. അപ്പം ഈ യഹൂദന്മാർ വിവിധ ദേശങ്ങളിൽ പോയി താമസിച്ചതും എന്തിന് സഹായകരമായി? പിന്നീട് ക്രിസ്തു സഭ വളരുന്നതിനും കർത്താവിൻ്റെ പഠിപ്പിക്കലുകൾ ആളുകൾ സ്വീകരിക്കുന്നതിനും ഉള്ള ഒരു കാരണമായിട്ട് തീരുന്നുണ്ട് എന്ന് നമുക്കവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു യഹൂദന്മാർ സിനഗോഗുകൾ വെക്കുമായിരുന്നു എന്ന് പറഞ്ഞു. സിനഗോഗിൽ യാഗം കഴിക്കുന്ന പതിവില്ല. സിനഗോഗുകളിൽ കൂടുതലും വേദപുസ്തകം അല്ലെങ്കിൽ പഴയ നിയമം, യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം തോറ, പ്രവാചകന്മാരുടെ റൈറ്റിങ്സ്, ഇതൊക്കെ വായിക്കുകയും അത് ഇന്റർപ്രറ്റ് ചെയ്യുകയും അതിനെ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. അപ്പം റിച്വൽസിൽ നിന്നും കർമ്മങ്ങളിൽ നിന്നും പഠിപ്പിക്കലുകളിലേക്കും ജീവിതത്തിന്റെ വിശുദ്ധിയിലേക്കും ഒക്കെയുള്ള പ്രവചന പുസ്തകങ്ങളിലൊക്കെ കാണുന്ന ആ ഒരു വലിയ ആഹ്വാനം ഈ ഡയസ്പോറ കമ്മ്യൂണിറ്റി, ചിതറിപ്പാർത്ത യഹൂദന്മാരുടെ ഇടയിൽ സിനഗോഗുകളിലൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ആ നാട്ടിലെ ആളുകളെ, ബഹുദൈവ വിശ്വാസമുള്ള, ഒരുപാട് ദുരാചാരങ്ങളും ഒക്കെയുള്ള, മോറൽ ലിവിങ്ങിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആളുകൾ ഇത് കണ്ടപ്പോൾ ഇത് വളരെ വിശേഷമായതാണല്ലോ, ഇത് കൊള്ളാമല്ലോ, ഇത് നല്ലതാണല്ലോ എന്ന് ചിന്തിച്ച് ഇതിനോടൊരു ആഭിമുഖ്യം ഉണ്ടാവുകയും പിന്നീട് ആ ആഭിമുഖ്യം ക്രിസ്ത്യാനിറ്റിയെ, ക്രിസ്തു സഭയെ, അതിൻ്റെ പഠിപ്പിക്കലുകളെ സ്വീകരിക്കുന്നതിന് കാരണമായിട്ടും തീരുന്നുണ്ട്. 4, മതപരമായ ഒരുക്കം. അത് നമ്മൾ ഈ അവസാനം പറഞ്ഞു നിർത്തിയ കാര്യമാണ്. തങ്ങൾ അതുവരെ വിശ്വസിച്ചു പോരുന്ന മതത്തിൻ്റെ രീതികളും അതിൻ്റെ കർമ്മങ്ങളും അതിലുള്ള ചില അന്ധവിശ്വാസങ്ങളും അതിൻ്റെ റിച്വൽസും, അർത്ഥമില്ലാത്ത റിച്വൽസും ഒക്കെ അതിൽ മടുപ്പ് തോന്നിയ ആളുകൾക്ക് അതിലൊരു മടുപ്പ് തോന്നിയത് കൊണ്ട് തന്നെ പുതിയ എന്തെങ്കിലും നന്മ കിട്ടണമെന്നുള്ള ഒരു വലിയ ആഗ്രഹം അവരുടെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും നമുക്ക് അങ്ങനെയാണല്ലോ, നമ്മൾ ഇപ്പോഴായിരിക്കുന്ന സാഹചര്യത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്ന് തോന്നുമ്പോഴാണ് നമുക്ക് പുതിയ എന്തെങ്കിലും വന്നാൽ നല്ലതായിരുന്നു എന്ന് നമ്മൾ കുറച്ചുകൂടി അതിനെ സ്വീകരിക്കാനായിട്ട് തയ്യാറാവുന്നത്. അപ്പൊ അങ്ങനെ പലതരത്തിൽ ദുഷിച്ചു പോയ സാഹചര്യങ്ങൾ നിലനിന്നിരുന്നത് കൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ വിവിധ രാജ്യങ്ങളിലായിരുന്ന ജനതകൾക്ക് പുതിയതായ നന്മയുള്ള ഒരു ചിന്താഗതിയിലേക്കുള്ള ഒരു ആഗ്രഹം ഉണ്ടാവുകയും ക്രിസ്തു സഭ പഠിപ്പിക്കലുകളുമായിട്ട് വന്നപ്പോൾ ഇത് നല്ലതാണ്, ഇത് കുറച്ചുകൂടി മെച്ചമാണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിനെ സ്വീകരിക്കുവാൻ തക്കവണ്ണം അവരെ ഒരുക്കുകയും ചെയ്തു. ഇപ്പൊ പൊളിറ്റിക്കലായിട്ടുള്ള കാരണമുണ്ട്, ഒരുക്കമുണ്ട്. രണ്ടെന്താണ്, സാംസ്കാരിക കൾച്ചറൽ ആയിട്ടുള്ള ഗ്രീക്ക് ഭാഷയും ഫിലോസഫിയും ഒക്കെ ബന്ധപ്പെട്ട ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരുക്കമുണ്ട്. യഹൂദന്മാരുടെ ഈ ചിതറിപ്പാർത്തത് മൂലമുള്ള അവരുടെ ധാർമ്മികത, എത്തിക്കൽ ലൈഫ്, അതൊക്കെ മറ്റുള്ളവരുടെ ഇടയിൽ ചെലുത്തിയതായ സ്വാധീനമുണ്ട്. അതുപോലെ മതപരമായ ഒരുക്കം, വിവിധ മതങ്ങൾ, ബഹുദൈവ വിശ്വാസത്തിലൊക്കെ ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിലെ വിവിധ മതങ്ങൾ, അതിൽ ആളുകൾക്കുണ്ടായതായ അതൃപ്തിയും പുതിയ ഈ ആശയത്തെ സ്വീകരിക്കുവാൻ തക്കവണ്ണം അവരെ ഒരുക്കമായി. ഇതാണ് കാലസമ്പൂർണത എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ദൈവം കർത്താവിനെ ഭൂമിയിലേക്ക് അയക്കുന്നതും അല്ലെങ്കിൽ ദൈവം മനുഷ്യനായി ഭൂമിയിൽ ജനിക്കുന്നതും അതേ തുടർന്ന് സഭ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നതും ക്രിസ്തു സഭ വളർന്നു വരുന്നതും ഒക്കെ യാദൃശ്ചികമായിട്ട് സംഭവിച്ച ഒരു കാര്യമല്ല, മറിച്ച് അതിനുവേണ്ടി ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് കാര്യങ്ങൾ ദൈവം മുന്നമേ ഒരുക്കുന്നുണ്ടായിരുന്നു. ഇത്രയധികം കാര്യങ്ങളൊക്കെ ദൈവം മുന്നമേ ഒരുക്കിയത് ക്രിസ്തു സഭയുടെ വളർച്ചയ്ക്ക് കാരണമായിട്ട് തീർന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരു ചാപ്റ്ററോട് പെട്ടെന്ന് നമുക്ക് പറഞ്ഞ് ആ ഭാഗം അവസാനിപ്പിക്കാം. 3-ാമത്തെ അധ്യായത്തിലോട്ട് വരുമ്പം അവിടെ 4 സുവിശേഷങ്ങളെ പറ്റിയാണ് പറയുന്നത്. 4 സുവിശേഷങ്ങൾ നമുക്കറിയാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം, വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം, വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം, വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ കർത്താവിൻ്റെ ജീവചരിത്രം എഴുതുക എന്നുള്ളതായിരുന്നില്ല സുവിശേഷത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ കർത്താവിൻ്റെ ഓരോ ഡേറ്റ് ഇട്ട് കാര്യങ്ങൾ പറഞ്ഞു പോവുക എന്നുള്ളതായിരുന്നില്ല അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. മറിച്ച് എന്തായിരുന്നു അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത്? യേശു ദൈവപുത്രനായ ക്രിസ്തുവെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 20-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. എന്തിനു വേണ്ടിയാണ് സുവിശേഷം എഴുതിയത്, അതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്തായിരുന്നുവെന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ്? ഇത് വായിക്കുന്ന ആളുകൾക്ക് യേശു ക്രിസ്തു ദൈവപുത്രനായിരുന്നു എന്ന് മനസ്സിലാവണം, അവരത് വിശ്വസിക്കണം.
അത് വിശ്വസിക്കുമ്പോൾ എന്ത് ലഭിക്കും? അവർക്ക് നിത്യജീവൻ ലഭിക്കും. ഇതിനു വേണ്ടിയാണ് സുവിശേഷം എഴുതിയിരിക്കുന്നത്. അപ്പൊ ജീവചരിത്രം എഴുതുക എന്നുള്ളതായിരുന്നില്ല സുവിശേഷകരുടെ ലക്ഷ്യം. മറിച്ച് വായിക്കുന്നവർ യേശുക്രിസ്തുവിനെ ദൈവമായിട്ട് തിരിച്ചറിയുകയും അവനിൽ വിശ്വസിക്കുകയും അതിലൂടെ നിത്യജീവൻ പ്രാപിക്കുകയും ചെയ്യണം എന്നുള്ളതായിരുന്നു സുവിശേഷത്തിന്റെ ലക്ഷ്യം. അത് നിങ്ങൾ പ്രത്യേകമായിട്ട് ഓർത്തിരിക്കണം. 4 സുവിശേഷങ്ങൾ. അതിൽ ആദ്യം എഴുതപ്പെടുന്നത് മർക്കോസിന്റെ സുവിശേഷമാണ്. ഏതാണ്ട് AD 65 കാലഘട്ടത്തിലാണ് മർക്കോസിന്റെ സുവിശേഷം എഴുതിയത് എന്നാണ് വിശ്വസിക്കുന്നത്. ആദ്യം മർക്കോസിന്റെ സുവിശേഷം എഴുതുന്നു AD 65. പിന്നീട് AD 80 കാലഘട്ടമായപ്പോഴേക്കും ലൂക്കോസിന്റെ സുവിശേഷം എഴുതപ്പെടുന്നുണ്ട്. 85-അടുത്തായിട്ട് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം എഴുതുന്നുണ്ട്. അതിനുശേഷം യോഹന്നാന്റെ സുവിശേഷം. ആ ഒരു ഓർഡറിലാണ് ഉണ്ടാകുന്നത്. അപ്പൊ ആദ്യം എഴുതപ്പെട്ട സുവിശേഷം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷമാണ്. അപ്പൊ ഇത് എപ്പോഴാ എഴുതപ്പെട്ടത്? ആദ്യത്തെ സുവിശേഷം നമ്മൾ പറഞ്ഞ AD 65 എഴുതപ്പെടുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? യേശുക്രിസ്തു കൊല്ലപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണവും ചെയ്ത് വീണ്ടും ഏകദേശം ഒരു 35 വർഷമെങ്കിലും ആയിട്ടുണ്ട് ആദ്യത്തെ സുവിശേഷം എഴുതുമ്പോഴേക്കും, അല്ലെ? ഒരു വലിയ ഗ്യാപ്പിന് ശേഷമാണ് ആദ്യത്തെ സുവിശേഷം തന്നെ എഴുതപ്പെടുന്നത്. അപ്പൊ നമ്മുടെ ഒരു ക്വസ്റ്റ്യനുള്ള ഉത്തരം നമ്മൾ മുമ്പ് പറഞ്ഞ ഈ എഴുതിയവർ 4 സുവിശേഷങ്ങളിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസങ്ങൾ വാചകങ്ങളിലൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണെന്നുള്ളതിന്റെ ഒരു ഉത്തരവാണ് നമ്മളിവിടെ കണ്ടത്. കാരണം എന്താ? 35 കൊല്ലം മുൻപ് നടന്ന കാര്യത്തെ പറ്റിയാണ് സുവിശേഷങ്ങൾ എഴുതിയിരിക്കുന്നത്. അപ്പൊ അവരുടെ ഓർമ്മയിൽ നിന്നും സഭയിൽ പ്രസംഗിച്ചു വന്നിരുന്ന പ്രസംഗങ്ങളിൽ നിന്നും കർത്താവിനെ പറ്റിയുള്ള പ്രസംഗങ്ങളിൽ നിന്നും ഇവർ കർത്താവിൻ്റെ കൂടെ നടന്നപ്പോൾ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതുമായ കാര്യങ്ങൾ അവരുടെ മനസ്സിലിരിക്കുന്നതിൽ നിന്നും ചെറിയ ചെറിയ രേഖകളൊക്കെ അവിടെയും എവിടെയും എഴുതിയിട്ടുള്ളതൊക്കെ ശേഖരിച്ചും ഒക്കെയാണ് സുവിശേഷങ്ങൾ 4 പേരും സുവിശേഷം എഴുതുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ 35 വർഷം മുൻപ് നടന്ന 40 വർഷം മുമ്പ് നടന്ന സംഭവങ്ങളെ പറ്റി എഴുതുമ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ വിവരണങ്ങളിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്കത് മനസ്സിലാക്കും, അത് അതിന്റെ കാരണം മനസ്സിലാകുവാനായിട്ടിടയായി. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, എന്തുകൊണ്ടാണ് ഇത്രയും വർഷം താമസിച്ച് സുവിശേഷം എഴുതാനായിട്ടിടയായത്? കർത്താവ് കൊല്ലപ്പെട്ട് സ്വർഗാരോഹണം ചെയ്ത് പിന്നെയും എന്തിനാ 35 വർഷം കൂടെ ആദ്യത്തെ സുവിശേഷം? ഇവരെന്താ ഇത് ആദ്യമേ എഴുതാതിരുന്നത്? അല്ലെങ്കിൽ കർത്താവിന്റെ കൂടെ നടന്ന സമയത്ത് തന്നെ ഇതെന്താ എഴുതി വെക്കാഞ്ഞത്? അല്ലെ കർത്താവ് സ്വർഗാരോഹണം ചെയ്ത് പോയി കഴിഞ്ഞ ഉടനെയെങ്കിലും എന്താ ഈ ശിഷ്യന്മാർ ഇത് എഴുതി വെക്കാനായിട്ട് ശ്രമിക്കാതിരുന്നത്? അതിനൊരു കാരണമുണ്ട്. കർത്താവ് സ്വർഗാരോഹണം ചെയ്യുമ്പോൾ അവരോട് പറയുന്നുണ്ട്, ഞാൻ വേഗം തിരിച്ചു വരുമെന്ന് പറയുന്നുണ്ട്. കർത്താവ് മനുഷ്യപുത്രൻ മഹത്വത്തോടെ വരും, കർത്താവിന്റെ 2ാമത്തെ വരവ് പെട്ടെന്ന് തന്നെ ഉണ്ടാകും എന്നാണ് ആര് പ്രതീക്ഷിച്ചിരുന്നത്? ശിഷ്യന്മാർ പ്രതീക്ഷിച്ചിരുന്നത്. കർത്താവിന്റെ വരവ് ഇത്രയും ലേറ്റ് ആകും, അല്ലെങ്കിൽ കർത്താവിന്റെ വരവ് തങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ താമസിക്കുമെന്ന് അവരൊരിക്കലും ചിന്തിച്ചില്ല. അവർ വിചാരിച്ചത് സ്വർഗാരോഹണം ചെയ്ത കർത്താവ് പെട്ടെന്ന് തന്നെ തിരിച്ചു വരും. അപ്പോൾ കർത്താവ് പെട്ടെന്ന് തിരിച്ചു വരുന്നുണ്ടെങ്കിൽ എന്തോ ചെയ്യണം? അതിനു മുൻപായിട്ട് തങ്ങൾക്ക് പറയാൻ കഴിയുന്നിടത്തെല്ലാം ഈ കർത്താവിനെ പറ്റി പ്രസംഗിക്കണം, ലോകത്തോടെല്ലാം കർത്താവിനെ പറ്റി പ്രസംഗിക്കണം. അപ്പൊ ഇത് എഴുതി വെക്കാനായിട്ട് നേരമില്ല, ഇച്ചിരി സമയമേ തങ്ങളുടെ കയ്യിലുള്ളൂ. ആ ഉള്ള സമയം കൊണ്ട് മാക്സിമം ആളുകളോട് ഇതിനെപ്പറ്റി പ്രസംഗിക്കണം എന്നാണ് അവർ വിചാരിച്ചിരുന്നത്. അവരുടെ ഉദ്ദേശം അതായിരുന്നു. അതുകൊണ്ട് തന്നെ ശിഷ്യന്മാർ എന്തിനാ ശ്രമിച്ചത്? എഴുതി വെക്കാനല്ല ശ്രമിച്ചത്, മറിച്ച് അവരെ കൊണ്ട് കഴിയുന്ന ഇടങ്ങളിലെല്ലാം പോയി കർത്താവിനെ പറ്റി പ്രസംഗിക്കാനായിട്ടാണ് ശ്രമിച്ചത്. പക്ഷേ ഇവരിങ്ങനെ പല ഇടങ്ങളിൽ പ്രസംഗിച്ച് കാലം മുന്നോട്ട് പോകാനായിട്ട് തുടങ്ങി. കർത്താവിൻ്റെ കൂടെ നടന്നിട്ടുള്ള ശിഷ്യന്മാർ തന്നെ കൊല്ലപ്പെടുവാൻ, പീഡനത്തിന്റെ ഭാഗമായിട്ട് ശിഷ്യന്മാർ കൊല്ലപ്പെടുവാനായിട്ട് തുടങ്ങി. അങ്ങനെ കർത്താവിനെ നേരിട്ട് കണ്ടിട്ടുള്ളതും കർത്താവിൻ്റെമായിട്ട് നേരിട്ട് സംസാരിച്ചിട്ടുള്ളതുമായ ശിഷ്യന്മാരൊക്കെ കൊല്ലപ്പെടുവാനായിട്ട് തുടങ്ങി. അന്നേരമാണ് ഇവർ ചിന്തിക്കുന്നത്, ഈ ശിഷ്യന്മാരൊക്കെ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആധികാരികമായി ഇതിനെപ്പറ്റി എവിടെയാണ് നമുക്കൊരു സോഴ്സ് ഉണ്ടാവുക? ഒരു സംശയം ഉണ്ടായില്ല. ഇതുവരെ ഒരു കാര്യമുണ്ടെങ്കിൽ ആരോട് ചോദിക്കാം? ശിഷ്യന്മാരോട് ചോദിക്കാം, കർത്താവ് എങ്ങനെയാണ് അത് പഠിപ്പിച്ചത്. എന്നാൽ ഇവർ മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? അപ്പൊ ഇതെവിടെയെങ്കിലും എഴുതി വെക്കേണ്ടത് ആവശ്യമാണല്ലോ എന്ന് അവിടെയാണ് അവർ ചിന്തിച്ചു തുടങ്ങുവാനായിട്ട് ഇടയാവുന്നത്. അതിന്റെ ഫലമായിട്ടാണ് AD 65 ആവുമ്പോൾ മർക്കോസിന്റെ സുവിശേഷം എഴുതി വെക്കുവാനായിട്ട് ഇടയാവുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു എന്തുകൊണ്ടാണ് ലേറ്റ് ആയതെന്നുള്ളത്, അല്ലെങ്കിൽ സുവിശേഷം എഴുതാൻ എത്രയും വൈകുന്നത് എന്നുള്ളതിന്റെ 2-3 കാരണങ്ങളാണ്. പെന്തക്കോസ്ത് അനുഭവത്തിന് ശേഷം ശിഷ്യന്മാര് ആദിമ സഭ കോൺസെൻട്രേറ്റ് ചെയ്തത് സുവിശേഷം പ്രസംഗിക്കാനാണ്. പുസ്തകം എഴുതുവാനായിട്ടുള്ള സമയമില്ലായിരുന്നു. അവരുള്ള സമയം മാക്സിമം ദൈവരാജ്യം വിവിധ ഇടങ്ങളിൽ പ്രസംഗിക്കുവാനായിട്ട് ശ്രമിച്ചു. 2, പെട്ടെന്ന് കർത്താവ് മടങ്ങി വരും, അതുകൊണ്ട് ഇത് എഴുതി വെക്കേണ്ട ആവശ്യമുണ്ട് എന്നൊരിക്കലും അവര് ചിന്തിച്ചില്ല. പെട്ടെന്ന് തന്നെ കർത്താവിന്റെ 2ാമത്തെ വരവ് ഉണ്ടാകുമെന്ന് ശിഷ്യന്മാർ കരുതി. 3,
ഈ പറയുന്ന കാര്യങ്ങൾ ഇവർ നേരിട്ട് കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും ഇത് സഭയിൽ പ്രസംഗിച്ചു പോകുന്നതുമായതുകൊണ്ട്, ഇത് ഓർമ്മയിൽ നിൽക്കുന്നതായതുകൊണ്ട് അത് എഴുതി വെക്കേണ്ട ആവശ്യമുണ്ട് എന്നവർ കരുതുവാനായിട്ടിടയായില്ല. എന്നാൽ പിന്നീട് പീഡനത്തിന്റെ ഫലമായിട്ടും ഒക്കെ ശിഷ്യന്മാർ കൊല്ലപ്പെടുവാനും കർത്താവിനെ നേരിട്ട് കണ്ടിട്ടുള്ള, കർത്താവിനോട് ചേർന്ന് നടന്നിട്ടുള്ള തലമുറ മരിച്ചു പോകുവാനായിട്ട് തുടങ്ങിയപ്പോഴാണ് ഇത് എഴുതി വെക്കേണ്ടത് ആവശ്യമാണ് എന്ന് തോന്നി പിന്നീട് അത് എഴുതി വെക്കുവാനായിട്ട് ഇടയാകുന്നത്. അതുകൊണ്ടാണ് സുവിശേഷം എഴുതുവാനായിട്ട് കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം പിന്നെയും കുറഞ്ഞത് 35 വർഷമെങ്കിലും എടുക്കുവാനായിട്ട് ഇടയായത്. ഓക്കെ, ആദ്യം എഴുതിയതായ സുവിശേഷം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം. ഈ മർക്കോസിന്റെ ഭവനം ആദിമ സഭയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സെന്റർ ആയിരുന്നു. അവിടെ ഒരുമിച്ച് കൂടുകയും പ്രാർത്ഥിക്കുകയും സഭയായി കൂടി വരികയും ഒക്കെ ചെയ്തിരുന്നതായ ഇടമായിരുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 12-ാമത്തെ അധ്യായത്തിലൊക്കെ നമ്മളത് കാണുന്നുണ്ട്. അപ്പം കർത്താവ് ഈ സഭ ഒരുമിച്ച് വന്ന് ചേർന്നിരുന്ന സ്ഥലമായിരുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും മർക്കോസ് എന്തിനെപ്പറ്റി വളരെ വ്യക്തമായിട്ട് കേട്ടിട്ടുണ്ട്. ഈ കൂടിവരവെല്ലാം മർക്കോസിന്റെ വീട്ടിൽ വെച്ച് നടക്കുന്നത് കൊണ്ട് കർത്താവിനെ പറ്റി വളരെ വ്യക്തമായിട്ട് മർക്കോസ് പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്, ശിഷ്യന്മാർ പഠിപ്പിക്കുന്നത് കേട്ടിട്ടുണ്ട്, സഭ പഠിപ്പിക്കുന്നത് കേട്ടിട്ടുണ്ട്. അതൊന്ന്. രണ്ട്, പത്രോസും മർക്കോസും തമ്മിൽ വളരെ അടുത്ത ബന്ധമുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 1 പത്രോസ് 5-ാം അധ്യായം 13-ാമത്തെ വാക്യത്തില് പത്രോസും മർക്കോസും തമ്മിൽ വളരെ അടുത്ത ബന്ധം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, സ്നേഹബന്ധം ഉണ്ടായിരുന്നതായിട്ട്. പത്രോസിന്റെ ഒരു റിലേറ്റീവ് ആയിരുന്നു എന്ന് കരുതപ്പെടുന്നുണ്ട്. അപ്പം പത്രോസുമായിട്ട് ഈ അടുത്ത ബന്ധമുള്ളത് കൊണ്ട് പത്രോസിൽ നിന്ന് കർത്താവിനെ പറ്റിയും കർത്താവിന്റെ ജീവിതത്തെ പറ്റിയും കർത്താവിന്റെ പഠിപ്പിക്കലുകളെ പറ്റിയും വ്യക്തമായിട്ട് ആർക്ക് വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്? മർക്കോസിന് പത്രോസിൽ നിന്നും വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അതും ഒരു സോഴ്സാണ്. അപ്പം ഇങ്ങനെ തൻ്റെ ഭവനത്തിൽ ഉണ്ടായിരുന്ന കൂടി വന്നിരുന്ന സഭയുടെ പഠിപ്പിക്കലുകളിൽ നിന്ന് കേട്ടിട്ടുള്ളതും പത്രോസിൽ നിന്ന് കേട്ടിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷ്മമായിട്ട് പഠിച്ചിട്ടാണ് മർക്കോസ് തൻ്റെ സുവിശേഷം എഴുതുവാനായിട്ട് ശ്രമിക്കുന്നത്. AD 65 ആയപ്പോഴേക്കും മർക്കോസ് അത് എഴുതി വെക്കുവാനായിട്ട് ശ്രമിക്കുന്നു. പത്രോസ് ആ സമയത്തെ കൊല്ലപ്പെടുന്നുണ്ട്. അതുകൊണ്ട് പത്രോസ് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ, പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടരുതെന്ന് കൂടി കരുതിക്കൊണ്ട് മർക്കോസ് സുവിശേഷം എഴുതുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ഈ മർക്കോസിന്റെ സുവിശേഷം, നമ്മൾ ഈ മർക്കോസിന്റെ സുവിശേഷം തന്നെയല്ല, ഈ 4 സുവിശേഷങ്ങൾ നമ്മൾ നോക്കിയാലും ഈ സുവിശേഷകാരന്മാരുടെ ഉദ്ദേശം വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അത് ഇത് എഴുതിയവരാരും തങ്ങളുടെ പേര് വരണമെന്ന് കരുതിയല്ല ഇതൊന്നും ചെയ്യുന്നത്, അല്ലെങ്കിൽ തങ്ങളെ അതിൽ നല്ലതായിട്ട് കാണിക്കണമെന്ന് കരുതിയല്ല ചെയ്യുന്നത്. അവർക്ക് ഒറ്റ ഉദ്ദേശമേ ഉള്ളായിരുന്നു, കർത്താവിനെ പറ്റി ലോകം അറിയണം. കാരണം എന്താ, ഇപ്പം ഈ മർക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട് പത്രോസും മർക്കോസും കൂടെ ഭയങ്കര അടുപ്പമായിരുന്നു നമ്മൾ പറഞ്ഞു. എന്നിട്ട് പോലും കർത്താവ് പത്രോസിനെ വഴക്ക് പറയുന്ന സന്ദർഭങ്ങൾ, അല്ലെ, സാത്താനെ എന്നെ വിട്ടു പോ എന്നൊക്കെ കർത്താവ് പത്രോസിനെ വഴക്ക് പറയുന്ന കാര്യങ്ങൾ, അതൊക്കെ മർക്കോസ് എഴുതുന്നുണ്ട്. ഇപ്പൊ തനിക്ക് ഇഷ്ടപ്പെട്ട, താനുമായിട്ട് ഇത്രയും സ്നേഹബന്ധമുള്ള പത്രോസിനെ കർത്താവ് വഴക്ക് പറയുന്ന കാര്യം വേണമെങ്കിൽ മർക്കോസിന് മറച്ചു വെക്കാമായിരുന്നു. പക്ഷെ മർക്കോസ് അതും എഴുതുന്നുണ്ട്. കാരണം എന്താ, ഇത് എഴുതുമ്പോൾ സുവിശേഷകാരന്മാരുടെ ലക്ഷ്യം തങ്ങളെ വലിയ ആളുകളായിട്ട് കാണിക്കുക എന്നുള്ളതായിരുന്നില്ല, തങ്ങളെ നല്ല വ്യക്തികളായിട്ട് കാണിക്കുക എന്നുള്ളതായിരുന്നില്ല, മറിച്ച് കർത്താവിനെ പറ്റി പറയണം. ഇത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം എന്നുള്ളത് സുവിശേഷം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇപ്പൊ കർത്താവ് ചെയ്ത അത്ഭുതങ്ങള്, ഉപദേശങ്ങള്, ഇതെല്ലാം മർക്കോസിന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണുന്നുണ്ട്. ഇതിനെല്ലാം ഒരു തീം കൊണ്ടാണ് ഇതിനെല്ലാം ബന്ധിപ്പിച്ചിരിക്കുന്നത്. ദൈവരാജ്യം എന്നുള്ളതാണ്. സുവിശേഷങ്ങളുടെ ഒക്കെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം, മർക്കോസിന്റെ സുവിശേഷം, ലൂക്കോസിന്റെ സുവിശേഷം ഒക്കെ നമ്മൾ പഠിക്കുമ്പം ദൈവരാജ്യം ഒരു പ്രധാനപ്പെട്ട തീമാണ്. കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യം എന്ന് പറയുന്ന തീമുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ബാക്കി സംഭവങ്ങളെയെല്ലാം എഴുതുവാനായിട്ട് ശ്രമിക്കുന്നത്. മർക്കോസിന്റെ സുവിശേഷം നമ്മൾ കണ്ടു. 2, നമ്മൾ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ഏതാണ്ട് AD 85 കാലഘട്ടത്തിന് അവിടെ അടുത്ത് വന്നു എന്നാണ് പറയുന്നത്. മത്തായി ആരായിരുന്നു നമുക്കറിയാം, ചുങ്ക പിരിക്കുന്നതായ വ്യക്തിയായിരുന്നു, കർത്താവ് വിളിച്ച് അനുഗമിച്ചതായ വ്യക്തിയായിരുന്നു. അപ്പം മത്തായിയുടെ സുവിശേഷത്തിന്റെ പ്രത്യേകത, മത്തായി സുവിശേഷം എഴുതുമ്പം യഹൂദന്മാരെ ഉദ്ദേശിച്ചാണ് എഴുതുന്നത്, അല്ലെങ്കിൽ യഹൂദ മതത്തിൽ നിന്നും ക്രിസ്ത്യാനികളായവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് എഴുതുന്നത്. അത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുവാനായിട്ട് സാധിക്കും. കാരണം യഹൂദന്മാരുടെ വിശ്വാസം അനുസരിച്ച് അവരുടെ ന്യായപ്രമാണങ്ങളിലും പ്രവാചകന്മാരിലും ഒക്കെ മശിഹായെ പറ്റിയുള്ള പ്രവചനങ്ങളും
പഠിപ്പിക്കലുകളും ദൈവവചനവും ഒക്കെ എടുത്തിട്ട് ഇതൊക്കെയാണ് കർത്താവിൽ പൂർത്തീകരിക്കപ്പെടുന്നത് എന്ന് സ്ഥാപിക്കുവാനായിട്ടാണ് മത്തായി ശ്രമിക്കുന്നത്. അപ്പം യഹൂദന്മാരായിട്ട് പിന്നീട് ക്രിസ്ത്യാനികളായവർക്ക് ഈ സുവിശേഷം വായിക്കുമ്പോൾ തങ്ങൾ ന്യായപ്രമാണത്തിലും പ്രവാചകന്മാരിലും വായിച്ചു കേട്ടിട്ടുള്ള തങ്ങൾ കാത്തിരുന്ന മശിഹായാണ് ഈ യേശുക്രിസ്തു എന്ന് അവർ ഉറപ്പ് ലഭിക്കുന്ന തരത്തിലാണ് മത്തായി എഴുതുവാനായിട്ട് ശ്രമിക്കുന്നത്. അതിനെപ്പറ്റി പറയുന്നത് മത്തായി ആദ്യം എബ്രായ ഭാഷയിൽ യഹൂദന്മാർക്ക് പരിചയമുള്ള ഹീബ്രു ഭാഷയിൽ അത് എഴുതി, പിന്നീട് അത് ഗ്രീക്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അപ്പം മത്തായി സുവിശേഷം എഴുതുമ്പം മത്തായി നമുക്കറിയാം, ഞാൻ ആദ്യം പറഞ്ഞു, അദ്ദേഹം ചുങ്കം പിരിക്കുന്ന ആളായിരുന്നു, ടാക്സ് കളക്ടർ ആയിരുന്നു. അപ്പം ഈ നോട്ട്സ് എഴുതി അദ്ദേഹത്തിന് നല്ല പരിചയമുണ്ട്. അപ്പൊ കർത്താവിന്റെ കൂടെ നടക്കുമ്പോൾ തന്നെ ഇദ്ദേഹം കർത്താവിന്റെ പഠിപ്പിക്കലുകളൊക്കെ ചെറിയ കുറിപ്പുകളായിട്ട് ഒരുപക്ഷെ കയ്യിൽ സൂക്ഷിച്ചിട്ടുണ്ടാവണം, മറന്നു പോകാതിരിക്കാനൊക്കെ ആയിട്ട്. അപ്പൊ തൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഈ കുറിപ്പുകളും അതിനു മുൻപേ ഓൾറെഡി എഴുതപ്പെട്ട 20 കൊല്ലം മുമ്പ് എഴുതപ്പെട്ട മർക്കോസിന്റെ സുവിശേഷവും, ഇത് രണ്ടും ഒരു രേഖയായിട്ട് ഉപയോഗിച്ചുകൊണ്ടാണ്, സോഴ്സ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് മത്തായി സുവിശേഷം എഴുതുവാനായിട്ട് ശ്രമിക്കുന്നത്. നമ്മൾ പറഞ്ഞു ഇത് യഹൂദ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി എഴുതിയതാണെന്ന് പറഞ്ഞു. അപ്പൊ അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്, ഒന്ന്, പ്രവചനങ്ങളിൽ നിന്ന്, പ്രോഫറ്റ്സിൽ നിന്നുള്ള ഒരുപാട് കൊട്ടേഷൻസ് മത്തായി ഇതിൽ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പൊ പ്രവാചകന്മാർ മുഖാന്തരം പറഞ്ഞിരുന്നത് നിവൃത്തിയാകുവാനായിട്ട് ഇത് സംഭവിച്ചു എന്നൊക്കെ മത്തായി പലയിടത്ത് പറയുന്നുണ്ട്. അപ്പൊ പ്രവാചകന്മാർ പ്രവചിച്ചത് കർത്താവിലാണ് പൂർത്തീകരിക്കപ്പെടുന്നത് എന്ന് പറയാനായിട്ട് മത്തായി ശ്രമിക്കുന്നുണ്ട്. അതേകൂട്ട് മശിഹായെ പറ്റിയുള്ള യഹൂദന്മാരുടെ പ്രത്യാശ അത് യേശുക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെട്ടു എന്ന് പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ന്യായപ്രമാണത്തിനും, അതായത് തോറയ്ക്കും പ്രവാചകന്മാർക്കും, പ്രോഫറ്റ്സിനും വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. കർത്താവ് തന്നെ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നതായിട്ട് മത്തായി എഴുതിയിട്ടുണ്ട്, ഞാൻ ന്യായപ്രമാണത്തെയും പ്രവാചകന്മാരെ നീക്കിക്കളയുവാനായിട്ടല്ല, ഒഴിവാക്കുവാനായിട്ടല്ല, മറിച്ച് അതിനെ പൂർത്തിയാക്കുവാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് എന്ന് കർത്താവ് പറയുന്നത് മത്തായി എഴുതുന്നുണ്ട്. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, യഹൂദ മതത്തിൽ നിന്നും ക്രിസ്ത്യാനികളായ ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് മത്തായി ഇത് എഴുതുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവിനെ പിക്ചറൈസ് ചെയ്യുന്നത് മശിഹായായിട്ടും ലോകത്തിലേക്കുള്ള രാജാവായിട്ടുമാണ്. ഈ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ജീനിയോളജി ഉണ്ട്, അതായത് വംശാവലിയുണ്ട്. അവിടെ ദാവീദിന്റെ വംശാവലിയിൽ ജനിക്കുന്ന കർത്താവിനെ പറ്റിയാണ്. അപ്പൊ അവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് മത്തായി അത് എഴുതുവാനായിട്ട് ശ്രമിക്കുന്നത്. അതുകൊണ്ട് ദാവീദ് പുത്രൻ എന്നുള്ള ടൈറ്റിലൊക്കെ മത്തായിയുടെ സുവിശേഷത്തിൽ കാണുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ യഹൂദന്മാരുടെ രാജപരമ്പരയിൽ, ദാവീദിന്റെ രാജപരമ്പരയിൽ യഹൂദന്മാരുടെ രാജാവായിട്ട് ജനിച്ചിരിക്കുന്നവനാണ് യേശുക്രിസ്തു എന്ന് പറയാൻ വേണ്ടിയാണ് ഈ വംശാവലിയിൽ ദാവീദുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ജീനിയോളജി മത്തായി എഴുതുവാനായിട്ടൊക്കെ ശ്രമിക്കുന്നത്. ഓക്കെ, നമുക്ക് വേഗം മുന്നോട്ട് പോവാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം, ബാക്കി 3 സുവിശേഷകരും യഹൂദന്മാരായിരുന്നു, ജൂസ് ആയിരുന്നു. യഹൂദനല്ലാത്ത ഒരേ ഒരു സുവിശേഷകനാണ് ലൂക്കോസ് എന്ന് പറയുന്നത്. ലൂക്കോസ് അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ, അദ്ദേഹം ബൈ പ്രൊഫഷൻ ഒരു ഡോക്ടറായിരുന്നു, വൈദ്യനായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ആ കാലഘട്ടത്തിൽ ലഭിച്ചിരുന്ന രേഖകളെല്ലാം ഉപയോഗിച്ചുകൊണ്ടും, മർക്കോസിന്റെ സുവിശേഷം ഉപയോഗിച്ചുകൊണ്ടും, തനിക്ക് തന്നെ ലഭിച്ചിരുന്ന രേഖകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടും, അത് പരിശോധിച്ച് അതിൽ നിന്നും വിവരങ്ങളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടാണ് ലൂക്കോസ് ഇത് എഴുതുവാനായിട്ട് ശ്രമിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം നമ്മൾ പറഞ്ഞ ആരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് എഴുതിയത്? യഹൂദ ക്രിസ്ത്യാനികളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് എഴുതിയതെങ്കിൽ ലൂക്കോസിന്റെ സുവിശേഷം വിജാതീയരായ ആളുകൾ, ക്രിസ്ത്യാനികളായവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. മറ്റ് മതങ്ങളിൽ നിന്നും മറ്റ് ജാതികളിൽ നിന്നുമൊക്കെ കർത്താവിലേക്ക് ആകർഷിക്കപ്പെട്ട വിജാതീയരായ ക്രിസ്ത്യാനികളെ ഉദ്ദേശിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അവരെ ഒരു പ്രൈം ഫോക്കസ് ആയിട്ട് കണ്ടുകൊണ്ടാണ് ലൂക്കോസ് സുവിശേഷം എഴുതുവാനായിട്ട് ശ്രമിക്കുന്നത്. നമ്മൾ അത് ഈ ലൂക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പോൾ തന്നെ വിജാതീയരായ ആളുകൾക്ക് അവിടെ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഒന്ന്, നല്ല ശമരിയാക്കാരൻ നമുക്കറിയാം, യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ശമരിയാക്കാരൻ എന്ന് പറയുന്നത് യഹൂദന്മാർക്ക് അത്ര പഥ്യമല്ലാത്ത ആളുകളാണ്. അപ്പം ശമരിയാക്കാരൻ്റെ ഉപമയിൽ ആ നല്ല ക്യാരക്ടറായിട്ട് കർത്താവ് പഠിപ്പിക്കുന്ന ആരെയാണ്? ശമരിയാക്കാരനെയാണ്. അത് ലൂക്കോസ് പ്രത്യേകം എടുത്തു പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് 10 കുഷ്ഠരോഗികളെ കർത്താവ് സൗഖ്യമാക്കിയിട്ട് അതിൽ 2 പേര് മാത്രം, ഒരുവൻ മാത്രം തിരികെ വന്നിട്ട്
കർത്താവിന് നന്ദി പറയുന്നതായിട്ടുള്ള സംഭവം, അതും ഒരു ശമരിയാക്കാരനായിരുന്നു എന്ന് അതിൽ പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ മറ്റൊരു റെഫറൻസ് ഉണ്ട്, കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും തെക്ക് നിന്നും വടക്ക് നിന്നും അനേകർ വന്ന് ദൈവരാജ്യത്തിൽ പന്തിയിലിരിക്കും എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഹൂദന്മാർ മാത്രമല്ല, ദൈവരാജ്യത്തിൽ എല്ലാ ദേശങ്ങളിൽ നിന്നുമുള്ള ആളുകൾക്ക് ദൈവരാജ്യത്തിലേക്ക് പ്രവേശനമുണ്ട്. ഇതിനെ ഒരു ജാതിയായിട്ടോ ഒരു പ്രത്യേക ജനങ്ങളുടെയോ മാത്രം അവകാശമായിട്ടല്ല, മറിച്ച് ദൈവം ഈ ലോകത്തെ മുഴുവൻ സ്നേഹിക്കുന്നു, അവരെ മുഴുവൻ സ്വീകരിക്കുന്നു. ദൈവരാജ്യത്തിൽ ക്രിസ്തുവിൽ വിശ്വസിച്ച് കടന്നു വരുന്ന ഏത് മനുഷ്യനും അവന്റെ ജാതി നോക്കാതെ ഭാഷ നോക്കാതെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശനമുണ്ട് എന്ന് ലൂക്കോസ് ഊന്നൽ നൽകിയിട്ട് പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം നമ്മൾ പറഞ്ഞു അബ്രഹാമിൽ നിന്നുമാണ് വംശാവലി ആരംഭിക്കുന്നത്. കാരണം യഹൂദന്മാരുടെ ആ ഒരു കണക്ഷൻ, അവരുടെ അബ്രഹാമിന്റെ സന്തതിയും ദാവീദിന്റെ സന്തതിയായിട്ടൊക്കെ പറയാൻ വേണ്ടി അബ്രഹാമിൽ നിന്നുമാണ് വംശാവലി മത്തായി എഴുതാനായിട്ട് ശ്രമിക്കുന്നത്. എന്നാൽ ലൂക്കോസിന്റെ പുസ്തകത്തിലുള്ള വംശാവലി നമ്മളൊന്ന് നോക്കുമ്പം അത് കാണുവാനായിട്ട് കഴിയുന്നത്, അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ആദാമിൽ നിന്നുമാണ്. കാരണം അത് ആദാം സകല മനുഷ്യരുടെയും പിതാവാണ്. ആദ്യത്തെ മനുഷ്യനായിട്ടാണല്ലോ നമ്മൾ ആദാമിനെ മനസ്സിലാക്കുന്നത്. അപ്പൊ ആദാമിൽ നിന്നും വംശാവലി എഴുതി തുടങ്ങുമ്പോൾ ലൂക്കോസ് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ്, ഫോക്കസ് ആണ് നമുക്ക് അവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇത് യഹൂദന്മാരുടെ മാത്രം സ്വകാര്യ സ്വത്തല്ല യേശു ക്രിസ്തു എന്ന് പറയുന്നത്, മറിച്ച് മുഴുവൻ ലോകത്തിനും വേണ്ടി മനുഷ്യനായി തീർന്ന ദൈവമാണ് യേശു ക്രിസ്തു എന്ന് ലൂക്കോസ് പറയാനായിട്ട് ശ്രമിക്കുന്നതുകൊണ്ടാണ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ജീനിയോളജി, വംശാവലി ആദാമിൽ നിന്ന് ആരംഭിക്കുന്നത്. യഹൂദന്മാരെ ഉദ്ദേശിച്ച് എഴുതിയ മത്തായിയുടെ സുവിശേഷത്തിൽ വംശാവലി എവിടെ നിന്ന് ആരംഭിക്കുന്നത്? അബ്രഹാമിൽ നിന്ന് ആരംഭിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. പിന്നെ നമുക്കറിയാം ഈ സുവിശേഷം എഴുതിയ വിശുദ്ധ ലൂക്കോസ് തന്നെയാണ് അപ്പോസ്തല പ്രവൃത്തികളും എഴുതുന്നത് എന്നൊക്കെ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകുവാനായിട്ട് ഇടയാവുന്നുണ്ട്. ഓക്കെ, അവസാനമായിട്ട് യോഹന്നാൻ എഴുതിയ സുവിശേഷം. മറ്റേ 3 സുവിശേഷങ്ങളെ നമ്മൾ മുൻപേ പറഞ്ഞു സമവീക്ഷണ സുവിശേഷങ്ങൾ, സിനോപ്റ്റിക് ഗോസ്പൽസ് എന്നാണ് പറയുന്നത്. ഇതിൽ നിന്നും വ്യത്യസ്തമായി യോഹന്നാന്റെ സുവിശേഷം ഈ 3 സുവിശേഷങ്ങളിൽ നിന്നും ഒരല്പം വ്യത്യസ്തമായിട്ട് കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. കാരണം ഈ യോഹന്നാന്റെ സുവിശേഷത്തെ കുറച്ചുകൂടി ഒരു സ്പിരിച്വൽ അല്ലെങ്കിൽ ഒരു ഡിവൈൻ ആസ്പെക്റ്റാണ് നമുക്ക് അതിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. കർത്താവിന്റെ യേശു ക്രിസ്തുവിന്റെ ദൈവികതയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം എഴുതാനായിട്ട് ശ്രമിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മുൻപ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഈ അടയാളങ്ങൾ എന്നുള്ള വാക്കൊക്കെ യോഹന്നാൻ ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ്. അത്ഭുതമല്ല, അടയാളങ്ങൾ. കാരണം യേശുക്രിസ്തു ചെയ്ത ഈ പ്രവൃത്തികളിലൊക്കെ അവൻ ദൈവപുത്രനാണ് എന്നുള്ളതിന്റെ അടയാളമായിട്ടാണ് കാണുന്നത്. യോഹന്നാന്റെ സുവിശേഷം ആരംഭിക്കുന്നതും അങ്ങനെയാണ്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം ആരംഭിക്കുന്നത് തന്നെ. അപ്പം യേശുക്രിസ്തു എന്ന മനുഷ്യനിൽ പൂർണ്ണമായി ഫോക്കസ് ചെയ്യാതെ ഈ യേശുക്രിസ്തു സകല സൃഷ്ടിക്ക് മുൻപേ ഉണ്ടായിരുന്ന തൃത്വ ദൈവത്തിൽ ഒന്നായിരിക്കുന്ന വചനമായ ദൈവത്തിന്റെ ജഡാവതാരണമാണ് യേശുക്രിസ്തുവിൽ കാണുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിന്റെ ഡിവിനിറ്റിക്ക്, ദൈവിക ഭാവത്തിന് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം എഴുതുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ മറ്റു 3 സുവിശേഷങ്ങളിൽ നിന്നും യോഹന്നാന്റെ സുവിശേഷത്തിനുള്ള 1-2 വ്യത്യാസങ്ങൾ ഇവിടെ നമുക്ക് ഈ പുസ്തകത്തിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഒന്ന്, യോഹന്നാന്റെ സുവിശേഷത്തിൽ ഉപമകൾ, പാരബിൾസ് ഒന്നും കാണുന്നില്ല എന്നുള്ളതാണ്. യേശുവിന്റെ ഗലീലയിലെ പ്രവർത്തനങ്ങളെ പറ്റിയും വലിയ കാര്യമായിട്ട് യോഹന്നാന്റെ സുവിശേഷങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ല. മറ്റു 3-ൽ നിന്നും യോഹന്നാനുള്ള വ്യത്യാസമാണ് പറഞ്ഞു വരുന്നത്. അതിനേക്കാളും യഹൂദ്യയിലെ മറ്റു 3 സുവിശേഷങ്ങളിൽ ഗലീലയിലെ പ്രവർത്തനങ്ങളെ പറ്റി പറയുമ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഗലീലയിലെ പ്രവർത്തനങ്ങൾക്ക് അത്ര പ്രാധാന്യം കൊടുക്കാതെ യഹൂദ്യയിലുള്ള പ്രവർത്തനങ്ങളെ പറ്റിയാണ് കൂടുതൽ യോഹന്നാൻ വാചാലമാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ നിക്കോദിമോസ്, നഥാനിയേൽ, ശമരിയാക്കാരി സ്ത്രീ, ഇവരോടൊക്കെ ഉള്ള കർത്താവിന്റെ സംഭാഷണം, ഡയലോഗ് യോഹന്നാന്റെ സുവിശേഷത്തിലാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ ഇപ്പം യേശുവിൻ്റെ പരീക്ഷകള്, ഗദസമനയിലെ കർത്താവിൻ്റെ പ്രാർത്ഥന, ക്രൂശിൽ കിടന്നുകൊണ്ടുള്ള കർത്താവിൻ്റെ നിലവിളി, ഇതൊന്നും യോഹന്നാൻ എഴുതുന്നതായിട്ട് കാണുന്നില്ല. കാരണം കർത്താവിൻ്റെ മാനുഷികമായ ആസ്പെക്ട് എടുത്ത് കാണിക്കുന്ന ഈ ഭാവങ്ങളെ അല്ലെങ്കിൽ ഈ സംഭവങ്ങളെ
യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്ക് അത്രയും കാണുവാനായിട്ട് സാധിക്കുന്നില്ല. കാരണം നമ്മൾ പറഞ്ഞു യോഹന്നാൻ കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുത്ത് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിച്ചത് കർത്താവിന്റെ ഡിവിനിറ്റിയെ പറ്റിയാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ, കർത്താവിന്റെ പരീക്ഷ, ഗെത്സമനയിലെ പ്രാർത്ഥന, ക്രൂശിലെ നിലവിളി, ഇതൊന്നും യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണാനായിട്ട് പലപ്പോഴും കഴിയുന്നില്ല. അതിനേക്കാൾ അപ്പുറമായിട്ട് കർത്താവിന്റെ ഡിവൈനായിട്ടുള്ള, ദിവ്യമായിട്ടുള്ള വശങ്ങളെ പറ്റിയാണ് യോഹന്നാനിൽ കൂടുതൽ കാണാനായിട്ട് സാധിക്കുന്നത്. മറ്റ് 3 സുവിശേഷങ്ങൾ ഈ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഭൂമിയിലെ മനുഷ്യരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കർത്താവിന്റെ ജനനത്തെയും ആരംഭത്തെയും സുവിശേഷം ആരംഭിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ യോഹന്നാൻ നിത്യതയുമായിട്ടുള്ള ബന്ധത്തിലാണ് യോഹന്നാന്റെ സുവിശേഷം ആരംഭിക്കുന്നത്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സകല സൃഷ്ടിക്ക് മുൻപേ ഉള്ള ആ നിത്യതയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് യോഹന്നാന്റെ സുവിശേഷം ആരംഭിക്കുന്നത്. എന്നാൽ മറ്റു 3 സുവിശേഷങ്ങൾ നോക്കുമ്പോൾ ഈ ഭൂമിയുമായും ഒക്കെ ഉള്ള ബന്ധത്തിൽ, വംശാവലിയുമായിട്ടുള്ള ബന്ധത്തിലൊക്കെ മറ്റു 3 സുവിശേഷങ്ങൾ ആരംഭിക്കുന്നതായിട്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതാണ് യോഹന്നാന്റെ സുവിശേഷവും മറ്റു 3 സുവിശേഷങ്ങളും തമ്മിലുള്ളതായിട്ടുള്ള വ്യത്യാസം. അപ്പോൾ ഈ പുസ്തകത്തിലെ ആദ്യത്തെ 3 അധ്യായങ്ങളാണ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് ശ്രമിച്ചത്. പുസ്തകം ഒന്നുകൂടി ഒന്ന് മനസ്സിരുത്തി വായിക്കുക. അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.